സ്ട്രോക്ക് ഒരാളെ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ തന്നെ ഫുൾ താളം തെറ്റിക്കും. ഇന്നും പലർക്കും പല കൺഫ്യൂഷൻസും മിത്സും സ്ട്രോക്കിനെ കുറിച്ചുണ്ട്. സോ ഈ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി വി ഹാവ് ഡോക്ടർ സ്വരൂപ് കെ രാജ്, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഫസ്റ്റ് ന്യൂറോ ഹോസ്പിറ്റൽ കാസർഗോഡ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ, ശരിക്കും സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇപ്പം കുറെ ടൈപ്സ് ഉണ്ടോ? ഉണ്ട്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അതിനെ പക്ഷാഘാതം എന്ന് പറയും അല്ലേ? പക്ഷാഘാതം, ഒരു പക്ഷം, ഒരു വശത്തിനുണ്ടാകുന്ന ആഘാതം, അതാണ് പക്ഷാഘാതം. നമ്മുടെ തലച്ചോറിനെ പറ്റി നമ്മൾ അറിയുകയാണെങ്കിൽ തലച്ചോറിന് ഇടത് ഭാഗവും വലത് ഭാഗവും ഉണ്ട്. ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ടിന് സെപ്പറേറ്റ് ബ്ലഡ് ഫ്ലോ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ടും ബ്ലഡ് ഫ്ലോ ഉണ്ട്, റൈറ്റ് സൈഡിലോട്ടും ബ്ലഡ് ഫ്ലോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മളതിനെ കാണേണ്ടത് ഒരു ചെടിക്ക് വെള്ളം കിട്ടുന്നു അല്ലേ? വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. വേര് വഴി വെള്ളം കയറി ഇലകളിലും അതിൻ്റെ ശിഖരങ്ങളിലും ചെന്നെങ്കിൽ ആ ഭാഗം കരിഞ്ഞു പോകും. അപ്പം ഏറ്റവും സാധാരണഗതിയിൽ കാണുന്ന ഒരു സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളം കിട്ടാതെ വരിക, അല്ലെങ്കിൽ ഒരു പൈപ്പിൽ കൂടി പോകുന്ന വെള്ളം ബ്ലോക്ക് ആകുക, അതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്ട്രോക്ക്. അതിന് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. അപ്പം ഇടതുവശത്തെ ബ്രെയിനിലോട്ടുള്ള രക്തക്കുഴൽ ബ്ലോക്കായി, അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്ക്. നമുക്ക് രക്തം തലച്ചോറ് കിട്ടാതെ തലച്ചോറിൻ്റെ ആ ഭാഗം നശിച്ചു പോവുക. ഈ തലച്ചോറിൻ്റെ കോശങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമേ രക്തം അല്ലെങ്കിൽ രക്തത്തിലൂടെ വരുന്ന ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥ തലച്ചോറ് താങ്ങാൻ കഴിയും. മറ്റ് പല അവയവങ്ങൾക്കും കുറച്ച് മിനിറ്റുകൾ നിന്ന് ഒരു മണിക്കൂറിലോട്ടൊക്കെ രക്തയോട്ടം കുറഞ്ഞാലും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തലച്ചോറിന് ഒരു 5 മിനിറ്റിൽ കൂടുതൽ രക്തയോട്ടം കിട്ടിയില്ലെങ്കിൽ ആ ഭാഗം ഡെഡ് ആകും. ഇൻഫാർക്റ്റ് എന്ന് നമ്മൾ നമ്മുടെ മെഡിക്കൽ ടേമിൽ പറയും. അപ്പം ഡെഡ് ആവും. അപ്പം മോസ്റ്റ് കോമൺ സ്ട്രോക്ക് ഈസ് ഇസ്കീമിക് സ്ട്രോക്ക്. 80-85% ഈ രക്തക്കുഴൽ ബ്ലോക്ക് ആകുന്നതുകൊണ്ടുള്ള സ്ട്രോക്കാണ്. ഇനി അതേസമയം വെള്ളത്തിൻ്റെ ഡെലിവറി വേറൊരു രീതിയിലും നമുക്ക് വെള്ളത്തിൻ്റെ ഡെലിവറി ഇല്ലാതാകാം. പൈപ്പ് പൊട്ടിയാലും പ്രശ്നമാണ് അല്ലേ? അങ്ങനെ അനലാഗസായിട്ട് നമുക്ക് കാണാം. പൈപ്പിൽ ബ്ലോക്കായാലും രക്തം കിട്ടില്ല, പൈപ്പ് പൊട്ടി ഒഴുകിയാലും തലച്ചോറിന് രക്തയോട്ടം കിട്ടില്ല. അത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രോക്കാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് ഈ രക്തക്കുഴൽ പൊട്ടുക. അപ്പം ബ്ലോക്കിന് പകരം ഇവിടെ ഉണ്ടാകുന്നത് രക്തക്കുഴൽ പൈപ്പ് പൊട്ടി തലച്ചോറിൻ്റെ അകത്തെല്ലാം ബ്ലീഡിങ് ഉണ്ടാകുക. അപ്പോഴും തലച്ചോറിന് ചെല്ലേണ്ട ഭാഗങ്ങളിൽ രക്തയോട്ടം കിട്ടാതെ വരികയും, വേറൊരു അപകടം എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ അമിതമായിട്ട് ഈ പൊട്ടിയ രക്തം പ്രഷർ കൂട്ടും. പ്രഷർ കുക്കറിൻ്റെ അകത്ത് മർദ്ദം കൂടുന്ന പോലെ തലച്ചോറിൻ്റെ അകത്ത് ഈ പൊട്ടി വന്ന രക്തം കെട്ടിക്കിടക്കുമ്പോൾ തലച്ചോറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സ്ട്രക്ചേഴ്സിനെയും ഈ പൊട്ടി വളരുന്ന ഈ രക്തത്തിൻ്റെ മർദ്ദം കൊണ്ട് അത് തന്നെ ഡാമേജ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ തലച്ചോറിന് തന്നെ പ്രധാനപ്പെട്ട ചില ഹാർട്ടിൻ്റെ ഇത് കൺട്രോൾ ചെയ്യുന്ന അതിൽ റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ സെൻറ്റർ, റെസ്പിറേറ്ററി സെൻറ്ററിലോട്ടൊക്കെ ഈ പൊട്ടിയ രക്തത്തിൻ്റെ മർദ്ദം വരുമ്പോൾ അതുമൂലം ഹൃദയത്തിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനമൊക്കെ തന്നെ ബാധിക്കുകയും ചെയ്യാം. അപ്പോൾ തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഹാർട്ടിൻ്റെയും ശ്വാസകോശത്തിൻ്റെയൊക്കെ നിയന്ത്രണം കൺട്രോൾ ചെയ്യുന്ന കാർഡിയോവാസ്കുലർ സെൻറ്റർ, റെസ്പിറേറ്ററി സെൻറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മർദ്ദം അമിതമായിട്ട് കഴിയുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ ചതഞ്ഞ് ഡാമേജ് ആവും. ചതച്ച് പ്രഷർ കാരണം അത് ക്രഷ്ഡ് ആകും ബേസിക്കലി. അപ്പം അങ്ങനെ ഉള്ള കണ്ടീഷനിൽ പേഷ്യൻറ്റിൻ്റെ ജീവന് അപകടം വരാം. അപ്പോൾ ഇതാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്ന രണ്ടാമത്തെ തരം സ്ട്രോക്ക്. അപ്പോൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പൈപ്പ് ബ്ലോക്ക്, ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പൈപ്പ് പൊട്ടിയിട്ടുണ്ടാകുന്ന മർദ്ദത്തിൻ്റെ വിഷയവും അങ്ങനത്തെ കാര്യങ്ങൾ. ഇതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്ട്രോക്കുകൾ. പിന്നെ ഹെമറാജിക് സ്ട്രോക്കിന് തന്നെ പല ടൈപ്പ് ഉണ്ട്. സബ് പാരക്നോയിഡ് ഹെമറേജ് അല്ലെങ്കിൽ ഇൻട്രാ പാരക്നൈമൽ ഹെമറേജ് എന്നൊക്കെ പറഞ്ഞാൽ അതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപൂർവമായി കണ്ടുവരുന്ന ഇതെല്ലാം ഞാനീ പറഞ്ഞ സ്ട്രോക്കുകളൊക്കെ ആർട്ടറി, നമ്മുടെ ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തധമനികളിലുണ്ടാകുന്ന ബ്ലോക്ക് മൂലം അല്ലെങ്കിൽ ഇത് കൊണ്ടുണ്ടാകുന്ന സ്ട്രോക്കാണ്. എന്നാൽ അശുദ്ധരക്തം കൈകാര്യം ചെയ്യുന്ന വെയിൻസിന് ബ്ലോക്ക് ഉണ്ടായാലും തലച്ചോറിൽ ഒരു തരം സ്ട്രോക്ക് ഉണ്ടാകും. അതിന് വീനസ് ഇൻഫാർക്റ്റ് എന്നാ പറയുക. അതിന് വെയിൻസിലുണ്ടാകുന്ന ബ്ലോക്ക്, അതിന് നമ്മൾ കോർട്ടിക്കൽ വെയിൻ ത്രോംബോസിസ് എന്നൊക്കെ പറയും. അതിന് ഉള്ള കാരണങ്ങളൊക്കെ പൊതുവേ ഉള്ള സ്ട്രോക്കിൽ നിന്നും വ്യത്യസ്തമാണ്. ഇപ്പോൾ കൂടുതൽ ഗർഭനിരോധനത്തിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ വരാം, ഗുളികളൊക്കെ കഴിക്കുന്നവർക്ക് വരാം. അതുപോലെ തന്നെ ചില ഇഞ്ചക്ഷൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. നമ്മളിപ്പം കോവിഡിൻ്റെ സമയത്ത് കോവിഡ് മൂലം തന്നെ കുറേ പേർക്ക് കോർട്ടിക്കൽ വീനസ് ഇൻഫാക്ട്സ് വന്നിരുന്നു. അപ്പോൾ അത് വീനസ് ഇൻഫാക്ട്. സോ മോസ്റ്റ് കോമൺ ഈസ് ഇസ്കീമിക് ഇൻഫാക്ട്, നമ്മുടെ രക്തക്കുഴലിന് ബ്ലോക്ക്. പിന്നെയുള്ള ഹെമറാജിക് ഇൻഫാക്റ്റാണ് തലച്ചോറിൻ്റെ രക്തക്കുഴൽ പൊട്ടുന്ന മൂലം. പിന്നെ റയറായിട്ടുള്ളതാണ് വെയിൻസ്, അശുദ്ധ രക്തം പോകുന്ന രക്തക്കുഴലുണ്ടാകുന്ന ബ്ലോക്ക്. ഇതാണ് പലതരം സ്ട്രോക്സ്. അപ്പോൾ ഈ വീനസ് ഇൻഫാക്റ്റ് എന്ന് പറയുന്ന സ്ട്രോക്ക് നമ്മൾ എക്സ്ട്രാ മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ വരുന്നതാണോ? അതിന് പല കാരണങ്ങളുണ്ട്. വീനസ് ഇൻഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടറിയുടെ ഇൻഫാക്റ്റ് അല്ലെങ്കിൽ ആർട്ടറിയുടെ സ്ട്രോക്കിൻ്റെ അത്ര കോമൺ അല്ല. അതിന് ഒരു കാരണമാണ് ചില മെഡിസിൻസ് എടുക്കുന്നത്. അതിലൊരു കാരണം ഈ പറഞ്ഞ പോലെ ഗർഭനിരോധന ഗുളികകൾ,
ഹോർമോണൽ ടാബ്ലറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്താൽ ചില ആൾക്കാർക്ക് അത് വരാം, അതൊരു കോമൺ കോസാണ്. അതുപോലെ തന്നെ ചില വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും റയർലി വരാം. അതുപോലെ തന്നെ ചില അണുബാധകൾ, ഇൻഫെക്ഷൻസ്, ബ്രെയിനിൽ ഇൻഫെക്ഷൻസ് വന്നെന്ന് വെച്ചു, അപ്പോൾ മെനിഞ്ചൈറ്റിസ്, അതുപോലെ തലച്ചോറിലെ അണുബാധ വരുമ്പോൾ അണുബാധ വെയിൻസിലെ ഇതിലോട്ട് പോയിട്ട് അതിന് ബ്ലോക്ക് വരാം. പിന്നെ അതുപോലെ തന്നെ ഒരു അപൂർവ കാരണമാണ് നമ്മുടെ രക്തത്തിൻ്റെ തന്നെ കട്ടി പിടിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ബ്ലഡ് ഇങ്ങനെ ശരീരത്തിൽ നിൽക്കുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. രക്തത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു തുള്ളി രക്തം പുറത്തു പോയാൽ അത് മുഴുവൻ ക്ലോട്ട് ആവും. ബ്ലഡിനുള്ളിൽ, നമ്മുടെ ശരീരത്തിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനൊരു സിസ്റ്റം ഉണ്ട്. അതാണ് നമ്മുടെ കൊയാഗുലേഷൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ചിലർക്ക് ജന്മനാൽ തന്നെ ഈ കൊയാഗുലേഷൻ സിസ്റ്റത്തിലെ ചില ഫാക്ടേഴ്സിൻ്റെയൊക്കെ അബ്നോർമാലിറ്റി കാണും. അപ്പം അങ്ങനെയുള്ളവർക്കും ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള എന്തുകൊണ്ട് രക്തം ക്ലോട്ട് ആകുന്നില്ല, അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. 1, 2, 3 എന്ന് പേരിട്ട ഫാക്ടറുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടറിൻ്റെ ഡിസ്റെഗുലേഷൻ ഉള്ള ആൾക്കാർക്കും ഈ വീനസ് ഇൻഫാക്റ്റ് വരാം. അപ്പം ഈ 4 കാരണങ്ങളാണ് മെയിനായിട്ടുള്ളത്: ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, ചില ഇഞ്ചെക്ഷൻസ്, ഇൻഫെക്ഷൻസ്, കൊയാഗുലേഷൻ ഫാക്ടേഴ്സിൻ്റെ ഡിസോർഡേഴ്സ്. ഓക്കെ. ഇപ്പൊ നമ്മൾ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർക്കോ സ്ട്രോക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ അതൊക്കെ എന്താണ് ഡോക്ടർ? സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളെ പറ്റി ഇന്നത്തെ കാലത്ത് അവബോധം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം സമയത്തിന് പ്രാധാന്യമുണ്ട് ചികിത്സയിൽ. നമുക്കിപ്പോൾ സ്ട്രോക്ക് ഉണ്ടായി ഇത്ര മണിക്കൂറിനുള്ളിൽ കൊടുക്കാൻ പറ്റുന്ന ചികിത്സകളുണ്ട്, അത് കഴിഞ്ഞാലുള്ളതുണ്ട്. അപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയെങ്കിൽ ഇതാണെന്ന് അറിയാൻ പറ്റൂ. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ലേമാൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എളുപ്പം ഓർത്തിരിക്കാൻ എപ്പോഴും നമുക്ക് ഷോർട്ട് ഫോംസ് ആണ് നല്ലത്. അപ്പം അതിനുവേണ്ടി തന്നെ ഷോർട്ട് ഫോം ഉണ്ട്. അതിൻ്റെ പേരാണ് ഫാസ്റ്റ്. ഒരു ഫാസ്റ്റും ഉണ്ട്, ഒരു ബി ഫാസ്റ്റും ഉണ്ട്. ബി ഫാസ്റ്റ് രണ്ടും, ഒന്ന് വേഗത്തിൽ, ഒന്ന് നിങ്ങൾ തന്നെ വളരെ വേഗത്തിലാകും, രണ്ടും ആകാം. അപ്പം ആദ്യം കുറച്ച് സിമ്പിളായിട്ടുള്ള ഫാസ്റ്റ് പറയാം. FAST. എഫ് എന്ന് പറഞ്ഞാൽ F സ്റ്റാൻഡ്സ് ഫോർ ഫേസ്, ഫേഷ്യൽ ഡീവിയേഷൻ. അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരാളെ നമുക്കറിയാമല്ലോ, അയാളുടെ മുഖത്തിലൊരു കോടൽ സംഭവിക്കുന്നു. ഇന്നലെ അവരെ കണ്ടു, രാവിലെ എഴുന്നേറ്റപ്പോൾ കുഴപ്പമില്ല, പക്ഷേ മുഖം കോടി. അപ്പോൾ F സ്റ്റാൻഡ്സ് ഫോർ ഫേഷ്യൽ ഡീവിയേഷൻ. പിന്നെ A സ്റ്റാൻഡ്സ് ഫോർ ആം. ആം എന്ന് പറഞ്ഞാൽ ആം വീക്ക്നെസ്, കൈക്കൊരു കുഴച്ചിൽ, കയ്യിൽ നിന്ന് സാധനങ്ങൾ വീണു പോകുക. A ഫോർ ആം വീക്ക്നെസ്, അത് തന്നെ നമ്മളെ കാലിലെ വീക്ക്നെസ്സും കൺസിഡർ ചെയ്യാം. S ഫോർ സ്പീച്ച് സ്ലറിങ്, ശബ്ദത്തിന് കുഴച്ചിൽ. വ്യക്തമായി സംസാരിച്ചാൽ നമ്മുടെ അച്ഛനോ അമ്മാവനോ അപ്പൂപ്പനോ ഇന്ന് ഇപ്പം 1 മണിക്കൂറായിട്ട് ശബ്ദം കുഴയുന്നു. അപ്പോൾ ഫേസ്, ആം വീക്ക്നെസ്, സ്പീച്ച്, മുഖം കോടൽ, കയ്യിൽ നിന്ന് സാധനങ്ങൾ വീണു പോകൽ, സ്പീച്ച് സ്ലറിങ്, ശബ്ദം കുഴച്ചിൽ. ഇത് മൂന്നുമാണ് FAS. T എന്ന് പറഞ്ഞാൽ T സ്റ്റാൻഡ്സ് ഫോർ ടൈം. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ലോകത്ത് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച ചികിത്സകളിലൊന്നായ ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞാൽ ക്ലോട്ട് അലിയിച്ച് കളയുന്ന സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു ക്ലോട്ട് ഫോം ചെയ്ത ഉടനെ അത് വളരെ വീക്കായിരിക്കും, അതിനെ ബേസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു സിമെൻറ്റ് കട്ട കലക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ഒഴിച്ചാൽ അത് അലിഞ്ഞു പോകും, അല്ലേ? കുറേ മണിക്കൂർ കഴിഞ്ഞാൽ കല്ല് പോലെ ആയിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചാൽ പോവില്ല എന്ന് പറഞ്ഞ പോലെ ഒരു യങ് സ്റ്റേജിൽ തന്നെ ഈ ക്ലോട്ടിനെ അലിയിക്കാൻ പറ്റുന്ന ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അതുകൊണ്ടാണ് FAS കഴിഞ്ഞിട്ട് T എന്ന് പറഞ്ഞ ടൈമിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. T സ്റ്റാൻഡ്സ് ഫോർ 4.5 hours. അപ്പം 4.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് മരുന്നും കൊടുക്കാമെന്ന് അറിയണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണ് ഫാസ്റ്റ് വരുന്നത്. അപ്പോൾ 4.5 മണിക്കൂർ നമ്മൾ കറക്റ്റ് 4.5 മണിക്കൂറിൽ ആശുപത്രിയിൽ കൊണ്ടുവന്നാലും ചിലപ്പോൾ ഈ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു 3 മണിക്കൂറിനുള്ളിലെങ്കിലും ചെന്തെങ്കിലും CT സ്കാനോ MRI ഒക്കെ ഉൾപ്പെടെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ പറ്റും. 4.5 മണിക്കൂറാണ് ട്രീറ്റ്മെൻറ്റ് ടൈം. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 hours ഇത് സൗകര്യമുള്ള സ്ഥലത്ത് ആളെ എത്തിക്കണം. പിന്നെ നമുക്കിതിന് കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ഉണ്ട്, അതാണ് ബി ഫാസ്റ്റ്. നമുക്ക് ഫാസ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് കുറച്ചും കൂടി അറിവിന് വേണ്ടിയാണ് പറയുന്നത്. ഇപ്പം B സ്റ്റാൻഡ്സ് ഫോർ ബാലൻസ്. ഇന്ന് രാവിലെ വരെ നോർമലായി നടന്നിരുന്നു, 1 മണിക്കൂറായിട്ട് ബാലൻസ് പോകുന്നു, നടക്കും, ഇടതുവശത്തോട്ട് വെച്ച് പോകും. തലച്ചോറിൻ്റെ ബാലൻസ് സെൻറ്ററുകളുണ്ട്, സെറിബെല്ലം എന്നൊക്കെ പറയും. അവിടെ സ്ട്രോക്ക് വന്നാൽ ചില വീക്ക്നെസ് അല്ല, ബാലൻസിന് പ്രശ്നമായിരിക്കും. അപ്പം B ഫോർ ബാലൻസ്. E എന്ന് പറഞ്ഞാൽ ഐ. ചിലപ്പോൾ ചില ബ്രെയിൻ സ്റ്റെം എന്നൊക്കെ പറഞ്ഞ് ചില ഭാഗങ്ങളിൽ സ്ട്രോക്ക് വന്നാൽ നമുക്ക് ഡബിൾ വിഷൻ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ലക്ഷണം. അപ്പം പെട്ടെന്നുണ്ടെന്ന് ഐ പ്രോബ്ലം. അപ്പം നമുക്ക് ഫാസ്റ്റിൻ്റെ കൂടെ വേണമെങ്കിൽ B ഫാസ്റ്റ് ചേർത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പേഷ്യൻസിനെ പിക്ക് ചെയ്യാൻ പറ്റും, ഇത്ര അറിവുണ്ടെങ്കിൽ. ഫാസ്റ്റിലുള്ളതിൽ കൂടാതെ B ഫാസ്റ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ സഡൻ ഓൺസെറ്റ് ബാലൻസ് പ്രോബ്ലം, സഡൻ ഓൺസെറ്റ് ഡബിൾ വിഷൻ, പിന്നെ ഫേസ് ഡീവിയേഷൻ, ആമിൻ്റെ വീക്ക്നെസ്, സ്പീച്ച് ലെർണിംഗ് ആൻഡ് ടൈം. അപ്പോൾ B ഫാസ്റ്റ് പഠിച്ചാൽ അത്ര നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റ് അറിയാമെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ സ്ട്രോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യത ടൈം ഓഫ് ഓൺസെറ്റ് ആണ് കേട്ടോ. ഒരാൾക്ക് മാസങ്ങളായിട്ട് ബാലൻസിന് പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ സ്ട്രോക്ക് ആയിരിക്കണം എന്നില്ല. മാസങ്ങളായിട്ട് ഒരാൾക്ക് കൈക്ക് തളർച്ച ഉണ്ടെങ്കിൽ അതിന് മറ്റു കാരണങ്ങളായിരിക്കും.
ഇതെല്ലാം ബ്രെയിനിൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാകുന്നതാണ്. ഇത്ര നേരം മുമ്പ് ആൾക്ക് കുഴപ്പമില്ല, കുറച്ച് മിനിറ്റുകൾ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ആൾക്ക് പെട്ടെന്ന് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോഴും സ്ട്രോക്ക് സംശയിക്കേണ്ടത്. അല്ലാണ്ട് ഒരു 5-6 മാസമായിട്ടുള്ള സിംറ്റം തലയിൽ പെട്ടെന്നുണ്ടാകും സിംറ്റം. അതുകൊണ്ട് ഇതിനെ ഇംഗ്ലീഷിൽ സെറിബ്രോ വാസ്കുലർ ആക്സിഡൻ്റ് എന്നും സ്ട്രോക്ക് എന്നും പറയാൻ കാര്യം. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു അടി കിട്ടിയ ഒരാളിരിക്കും, അല്ലെങ്കിൽ തലയിൽ സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ്. സെറിബ്രോ എന്ന് വെച്ചാൽ ബ്രെയിൻ, വാസ്കുലർ എന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ. തലച്ചോറിൻ്റെ രക്തക്കുഴലുണ്ടാകുന്ന അപകടം, ആക്സിഡൻ്റാണ് നമ്മൾ മലയാളത്തിൽ CBA എന്ന് ഇതിനെ പറയുക. അപ്പം ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്നുണ്ടാകുന്നത്. നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന ഫാസ്റ്റ് സ്പീഡി സിംറ്റംസിനും പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ലൈക്ക് മെല്ലെ ഡെവലപ്പ് ആകുന്നതിന് പകരം പെട്ടെന്നായിരിക്കും സ്ട്രോക്ക്. മെല്ലെ ഡെവലപ്പ് ആകുന്ന കണ്ടീഷൻസ് ആകുമ്പോൾ നമ്മൾ സ്ട്രോക്ക് അല്ലാതെ മറ്റ് കണ്ടീഷൻസ് ഉണ്ട്. പ്രായം ചെന്നവർക്ക് വരുന്ന ചില സബ്ഡ്യൂറൽ ഹെമറേജ് എന്ന് പറയുന്ന ചിലതരം സ്ട്രോക്കുകളുണ്ട്. വളരെ അപൂർവമാണ്, പക്ഷേ പ്രായം ഒരു 60-65 വയസ്സുള്ളവർക്ക് തല ചെറുതായിട്ടൊന്ന് മുട്ടി, അവർക്ക് പെട്ടെന്ന് അതിന് സിംറ്റം വരില്ല. സ്ലോ ആയിട്ട് ബ്ലീഡിങ് വരും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ആഴ്ചകൾ കൊണ്ടായിരിക്കും ഒരു വശം തളരുക. അതൊക്കെ ഒരു അപൂർവ കേസുകളാണ്. നമ്മളൊരു 90-95% കേസുകൾ സ്ട്രോക്കുകളിലും ഫാസ്റ്റ്നെസ് ഓഫ് ദ ഓൺസെറ്റാണ് നമ്മളെ സ്ട്രോക്കിലേക്ക് ചിന്തിപ്പിക്കുന്നത്. നമ്മൾ സ്ട്രോക്ക് മിമിക്സ് എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ് ഓഫ് സംഭവങ്ങളുണ്ട്. സ്ട്രോക്ക് പോലെ തോന്നും, പക്ഷേ സ്ട്രോക്ക് അല്ല. അപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ട് കുറച്ച് കാലമായിട്ട്. അപ്പം ആ ട്യൂമറിന് വലിയ സിംറ്റം ഇല്ല, പക്ഷേ ആ ട്യൂമറിൻ്റെ ഉള്ളിലേക്ക് ബ്ലീഡ് വന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ചിലപ്പം സ്ട്രോക്കിൻ്റെ സിംറ്റം ആയിരിക്കും വരുന്നത്, പക്ഷേ അത് സ്ട്രോക്ക് അല്ല, സ്ട്രോക്ക് മിമിക്കാണ്. പിന്നെ ചിലർക്ക് മുഖത്തിൻ്റെ ഒരു വശം തളരുന്ന കണ്ടീഷൻ വരാം, ഫേഷ്യൽ പാൽസി എന്നൊക്കെ പറയും, ബെൽസ് പാൽസി. അത് വന്നാലും പെട്ടെന്നായിരിക്കും അത് ഉണ്ടാവുക, പക്ഷേ മുഖത്തിൻ്റെ ഒരു വശത്തെ തളർച്ചയാണ്, അതാണ് ബെൽസ് പാൽസി. അപ്പം അതുപോലെ തന്നെ പല കണ്ടീഷൻസും ഉണ്ട്. സ്ട്രോക്ക് പോലെ തോന്നാം, പക്ഷേ ചിലർക്ക് അപസ്മാരം വന്നു, ഫിറ്റ്സ് വന്നു. ഫിറ്റ്സ് വന്നതാരും കണ്ടില്ല, പക്ഷേ ഫിറ്റ്സ് വന്നതിന് ശേഷം ചിലപ്പം ഒരു വശത്തുനിന്ന് ആ ഫിറ്റ്സ് തുടങ്ങി മറ്റേ വശത്തൊരു തളർച്ച 48 മണിക്കൂർ നീണ്ടു നിൽക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫിറ്റ്സ് വരുന്ന കാണാതെ നമ്മൾ ഈ രോഗിയെ കാണുമ്പോൾ ഒരു വശം തളർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് മിമിക്സും ഉണ്ട്. അതും അതൊക്കെ കുറച്ച് എക്സ്റ്റൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് പെട്ടെന്നുണ്ടാകുന്ന സിംറ്റംസ്, ന്യൂറോളജിക്കൽ സിംറ്റംസ് എല്ലാം സ്ട്രോക്ക് ആവാം. അപൂർവം കേസുകളിൽ ഒരു കുഴപ്പമില്ലായിരിക്കുന്ന ആൾക്ക് ഒരു വശം വല്ലാതെ വെട്ടി തുടങ്ങുന്ന കേസുകൾ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരാളുടെ പെരുമാറ്റത്തിൽ വരുന്നൊരു വ്യത്യാസം മാത്രമായിരിക്കാം. കാരണം നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ പറയുന്ന മനസ്സിലാകുന്ന കോംപ്രിഹെൻഷൻ്റെ ഏരിയ ഉണ്ട്, നമ്മുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഏരിയ ഉണ്ട്. അതൊരു ഫോക്കൽ അവിടെ മാത്രം ഒരു സ്ട്രോക്ക് വന്നാൽ ചിലപ്പം സംസാരിച്ചിരുന്ന ആൾ സംസാരിക്കാതായി, അയാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, മിണ്ടുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് അബ്നോർമലായി പെരുമാറുന്നു, നിങ്ങൾ പറയുന്ന ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അയാളുടെ കോംപ്രിഹെൻഷൻ, നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള സംവേദനക്ഷമത നഷ്ടപ്പെടുന്ന കണ്ടീഷൻസ്. അപ്പോൾ അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും അപൂർവമായിട്ട്. പക്ഷെ കോമൺ നമ്മളിപ്പോൾ എല്ലാം ജനറൽ പോപ്പുലേഷനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പഠിക്കില്ല, മീൻസ് നമുക്ക് ഗുണം ഉണ്ടാവില്ല നമുക്ക്. അതുകൊണ്ടാണ് ഫാസ്റ്റല്ലേ ബി ഫാസ്റ്റ് ഓർത്തിരിക്കുക. പക്ഷേ സഡൻ ഓൺസെറ്റ് എനിത്തിങ് വിച്ച് റിലേറ്റഡ് ന്യൂറോളജിക്കൽ, സഡൻ സ്പീച്ച് ലോസ്, സഡൻ മെമ്മറി ലോസ്, അല്ലെങ്കിൽ സഡനായിട്ടുള്ള വിഷ്വൽ ലോസ്, സഡനായിട്ടുള്ള ബിഹേവിയർ അബ്നോർമാലിറ്റി, ഇറ്റ് ക്യാൻ ഓൾസോ ബി സ്ട്രോക്ക്. അതും കൂടി അറിഞ്ഞിരുന്നാൽ വളരെ നല്ലത്. അപ്പം ലൈക്ക് ഉറങ്ങി കിടക്കുമ്പോഴാണ് എന്തെങ്കിലും ലക്ഷണം വന്നതെങ്കിൽ എങ്ങനെ നമുക്ക് ലൈക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഉറങ്ങി കിടക്കുമ്പോൾ അങ്ങനെ പറ്റാറില്ല, മനസ്സിലാക്കാൻ പറ്റാറില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടൊരു അത്തരം ഒരു സ്ട്രോക്കിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് അതിൻ്റെ ടൈം ഓഫ് ഓൺസെറ്റ് അറിയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും, നമ്മൾ സമയം പ്രധാനമാണ്. സ്ട്രോക്ക് ഇത്ര സമയത്ത് തുടങ്ങിയാൽ 4.5 മണിക്കൂർ വരെ ത്രോംബോലൈസ് ചെയ്യാം, അല്ലെങ്കിൽ 8 മണിക്കൂർ വരെ ക്ലോട്ട് വലിച്ചെടുക്കാം. അപ്പം നമുക്കെങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? ഇത്ര മണിക്ക് തുടങ്ങി, രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ നമുക്ക് ഉച്ചയ്ക്ക് 2:30 വരെ മരുന്ന് കൊടുക്കാം. പക്ഷേ രാത്രി 10 മണിക്ക് ഉറങ്ങാൻ കിടന്ന ഒരാൾ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, സ്ട്രോക്കിൻ്റെ ലക്ഷണം. അപ്പോൾ നമുക്ക് ഇത് രാത്രി 10 മണിക്ക് തുടങ്ങിയോ, ഇനിയിപ്പം 1 മണിക്കൂർ മുന്നെയാണ് ഇതായെന്ന് നമുക്ക് പരിശോധനയോടെ നമുക്ക് പറയാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കാൻ ആധുനികമായ സ്കാനിങ് വിദ്യകളൊക്കെ ഉണ്ട്. നമുക്ക് MRIയിൽ കൂടി അറിയാൻ പറ്റും. അത് ഡിഫ്യൂഷൻ, പെർഫ്യൂഷൻ, മിസ്മാച്ച് എന്നൊക്കെ പറയുന്ന ചില MRI ടെക്നിക്കുകളിലൂടെ നമുക്ക് സ്ട്രോക്ക് ആയിട്ട് 4 മണിക്കൂറായോ അല്ല 2 മണിക്കൂറായോ എന്ന് അറിയാനുള്ള വിദ്യകളുണ്ട്. പക്ഷേ നമുക്കല്ലാതെ ക്ലിനിക്കലി ഒരു രോഗിയെ പരിശോധിച്ചുകൊണ്ട് ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഉറക്കത്തിലുള്ള സ്ട്രോക്കുകളുടെ പ്രശ്നം. അതിന് നമ്മൾ വെയ്ക്കപ്പ് സ്ട്രോക്കുകൾ എന്നാണ് പറയുക. ഒരാൾ സ്ട്രോക്കായിട്ട് എഴുന്നേൽക്കുന്നു. അങ്ങനെ പണ്ട് ഇപ്പോൾ നമുക്കിപ്പം ഈ ത്രോംബോലൈസിൻ്റെ അല്ലെ MRIയുടെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ പറയുക, ഇയാളെ അവസാനം നോർമലായിട്ട് കണ്ട സമയം വേണം നമ്മൾ സ്ട്രോക്കിൻ്റെ ഓൺസെറ്റായിട്ട് എടുക്കാൻ ചികിത്സ തീരുമാനിക്കുമ്പോൾ. ഇപ്പോൾ രാവിലെ 5 മണിക്ക് സ്ട്രോക്കായിട്ട് ഒരാൾ വരുന്നു, പക്ഷേ രാത്രി കിടന്നതിന് ശേഷം എപ്പോഴും നമുക്കറിയില്ല.
പക്ഷേ ചിലപ്പോൾ ഒരു 7 മണിക്ക് ആശുപത്രി വന്നു, MRI സൗകര്യമുള്ള ഒരു ആശുപത്രി അല്ലാന്ന് വെച്ചു. അപ്പോൾ ഈ ക്ലോട്ട് അലിയുന്ന മരുന്ന് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനം എടുക്കുക. നമ്മൾ ഇയാൾക്ക് രാത്രി 10 മണിക്ക് സ്ട്രോക്ക് വന്നു എന്നുള്ള മുൻവിധിയിലേ പറ്റൂ. കാരണം ഈ സമയം മാറി ഈ മരുന്ന് കൊടുത്താലും ചില അപകടങ്ങളുണ്ട്. സമയം തെറ്റി മരുന്ന് അല്ലെങ്കിൽ 4.5 മണിക്കൂറിന് ശേഷമുള്ള ആൾക്കാർക്ക് ഈ മരുന്ന് കൊടുത്താൽ ഒന്നും ചിലപ്പോൾ ഗുണമുണ്ടാവില്ല, ചിലപ്പോൾ വിപരീതഫലമായ ബ്ലീഡിങ് ഉണ്ടാകുകയും ചെയ്യാം. അപ്പം 4 hours ശേഷം കൊടുത്തു കഴിഞ്ഞാൽ അത് മേ ബി ഡേഞ്ചറസ് ആകാം. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഈ വേക്കപ്പ് സ്ട്രോക്സിൻ്റെ പ്രാധാന്യം. ഞാൻ പറഞ്ഞത് അനുസരിച്ച് നമുക്ക് ചില MRI ടെക്നിക്സ് ഉണ്ട്, അത് വെച്ച് അറിയാൻ പറ്റും. പക്ഷെ അതിപ്പം എല്ലായിടത്തും MRI ഉണ്ടാവണമെന്നില്ല, സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ പലപ്പോഴും MRI ഒന്നും ഇല്ലാത്തൊരു സെൻറ്ററിൽ അല്ല CT മാത്രമുള്ള ഒരു സെൻറ്ററിലാണ് പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾ ടൈം ഓഫ് ഓൺസെറ്റ് വെൻ ദ പേഷ്യൻ്റ് വാസ് സീൻ ലാസ്റ്റ് നോർമൽ എന്ന് എടുക്കണം. അത് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള നമുക്കൊരു ഒരു ഗൈഡ് ലൈൻ ഉണ്ട് നമ്മുടെ മോഡേൺ മെഡിസിനിൽ, ഡു നോ ഹാം, അറിഞ്ഞുകൊണ്ട് ദ്രോഹം ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇയാളുടെ ടൈം ഓഫ് ഓൺസെറ്റ് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ നമ്മൾ ഈ മരുന്ന് കൊടുക്കാൻ നമ്മൾ ഒത്തിരി ആവേശം കാണിച്ച് സമയം ഇതായിരിക്കുമല്ലോ നമ്മളായിട്ട് ഊഹിക്കണ്ട. അങ്ങനെ ഒരു നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു ദ്രോഹം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ടൈം ഓഫ് ഓൺസെറ്റ് ലാസ്റ്റ് സീൻ നോർമൽ എടുക്കണം. MRI ടെക്നിക്കൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ആ MRIയിലൂടെ തന്നെ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. മനസ്സിലായോ? അപ്പം ലൈക്ക് ഈ 4 hours കഴിഞ്ഞാൽ വേറെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ്? വളരെ അധികം ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇതിപ്പോൾ നമ്മൾ ഈ സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെയല്ല. ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മരുന്നുകളുണ്ട്. അതിനെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയും. നമ്മൾ ആസ്പിരിൻ എന്നൊക്കെ പറയുന്നത് അല്ലേ, എല്ലാവർക്കും കേട്ട് അറിയാം. ആസ്പിരിന്, ക്ലോപ്പിഡോക്കർ പോലത്തെ മരുന്നുകൾ എല്ലാ സ്ട്രോക്കുകൾക്കും, സ്ട്രോക്കിൻ്റെ കാരണം എന്താണെങ്കിലും, ഞാനീ പറഞ്ഞ ഇസ്കീമിക്, അതായത് രക്തം ബ്ലോക്ക് ആയിട്ടുണ്ടാകുന്ന സ്ട്രോക്കിനെ പറ്റിയാണ്, അങ്ങനത്തെ എല്ലാ സ്ട്രോക്കുകൾക്കും ആ മരുന്നുകൾ വളരെയധികം ഗുണം ചെയ്യും. പിന്നെ 4.5 മണിക്കൂർ കഴിഞ്ഞ കേസ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കെയർ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരു MRI അല്ലെങ്കിൽ CT ആണെങ്കിലും അതിൻ്റെ കൂടെ ഒരു ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ കഴുത്തിൽ കൂടിയുള്ള തലച്ചോറിലുള്ള രക്തയോട്ടത്തിനെ അളക്കാനുള്ള സ്കാൻ കൂടി ചേർന്നാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. നമ്മളിപ്പം ഒരു സ്ട്രോക്ക് പ്രോട്ടോക്കോൾ MRI എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പല സീക്വൻസ് ഓഫ് MRI പ്ലസ് അതിൻ്റെ അകത്ത് ആൻജിയോഗ്രാം കൂടി വരും. അപ്പോൾ രക്തക്കുഴലുകളുടെ സ്റ്റാറ്റസ് നമുക്ക് കാണാം. അപ്പോൾ ഹാർട്ടിൻ്റെ ആൻജിയോഗ്രാം നമുക്ക് എന്താ അറിയാം അല്ലേ, അതിനുള്ള ആൻജിയോഗ്രാം എടുത്തിട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ MRI എടുക്കുന്നു, അതിൻ്റെ കൂടെ MR ആൻജിയോഗ്രാം എടുക്കുന്നു സ്ട്രോക്ക് വന്ന ഒരാൾക്ക്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞെന്നിരിക്കട്ടെ, 4 മണിക്കൂർ കഴിഞ്ഞാലും പ്രധാനപ്പെട്ട രക്തക്കുഴലിൽ ബ്ലോക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലോട്ട് വലിച്ചെടുക്കാനുള്ള മെക്കാനിക്കൽ ഡിവൈസ് കൊണ്ട് ആ ക്ലോട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള അത്യാധുനിക സംവിധാനങ്ങളുണ്ട് ഇന്ന്. അത് പക്ഷേ എല്ലാ ആശുപത്രികളിലും ഇല്ല, എല്ലാ സ്ട്രോക്ക് സെൻ്ററുകളിലും ഇല്ല. നമ്മൾ ഒരു സെക്കൻഡറി സ്ട്രോക്ക് സെൻ്റർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു സൗകര്യമുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേ ഉള്ളൂ. നമുക്ക് ഈ ത്രോംബോലൈസ് വരെയുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ നമ്മൾ പ്രൈമറി സ്ട്രോക്ക് സെൻ്റർ എന്ന് പറയും. പിന്നെ ഈ പറഞ്ഞ ത്രോംബോലൈസിൻ്റെ ഒരു വിൻഡോ പീരീഡ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ MR ആൻജിയോഗ്രാം എടുക്കുമ്പോൾ ഒരു വലിയ രക്തക്കുഴലിന് ബ്ലോക്ക് ഉണ്ട്, ആ ക്ലോട്ട് നമുക്ക് വലിച്ചെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് വേറെ കുറേയും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറേയും കൂടി സ്പെഷ്യൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടതാണ്. അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയുക. അതിൻ്റെ ഒരു ടൈം നമുക്കൊരു 8 മണിക്കൂർ മുതൽ ചില കേസിൽ 24 മണിക്കൂർ വരെ ചെയ്യാം. അതിലും ചില പ്രത്യേക MRI ടെക്നിക്സ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പേഷ്യൻ്റ് കറക്റ്റ് ക്യാൻഡിഡേറ്റ് ആണെന്ന് തീരുമാനിക്കുക. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ കേസാണെങ്കിലും ചിലപ്പോൾ മെക്കാനിക്കൽ ത്രോംബക്ടമിയിലൂടെ അയാൾക്ക് ചിലപ്പോൾ ബെനിഫിറ്റ് വന്നേക്കാം. അപ്പോൾ പക്ഷേ നമ്മൾ MRI വിത്ത് ആൻജിയോഗ്രാം അല്ലെങ്കിൽ CTയുടെ കൂടെയുള്ള ആൻജിയോഗ്രാം എടുക്കുന്നതിൻ്റെ പ്രാധാന്യം അതാണ്. ഓക്കെ, അപ്പോൾ ഈ 4 hours ബിഫോർ നമ്മൾ എടുക്കുന്ന മെഡിസിൻ കഴിച്ചാൽ ലൈക്ക് ആ ഒരു സ്റ്റേജിൽ നിന്ന് റിക്കവർ ആവാൻ ഏകദേശം എത്ര ടൈമോ ഡേയ്സ് എടുക്കും? അതായത് നമ്മളിപ്പം ഇതിനൊരു നമ്പർ നീഡഡ് ടു ട്രീറ്റ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേർക്ക് ഈ മരുന്ന് കൊടുത്താലാണ് ഒരാൾക്ക് ഗുണമുണ്ടാകുക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പം നമ്മളിപ്പം 10 പേർക്ക് മരുന്ന് കൊടുത്താൽ ആയിരിക്കും ചിലപ്പം ഒരാൾക്ക് അതിൽ പൂർണ്ണ ഗുണം ഉണ്ടാകുക. മനസ്സിലായോ? അപ്പം ഈ മരുന്ന് കൊടുത്ത എല്ലാവർക്കും ഒരുപോലെ തന്നെ ഗുണം കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് 2-3 ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന്, പെട്ടെന്നുള്ള നല്ല റിക്കവറിയാണ്. ഒന്ന്, വീക്ക്നെസ് വന്നത് ഒരു 80-90% പെട്ടെന്ന് തന്നെ മാറി കിട്ടുക. രണ്ടാമത്, ഈ മരുന്ന് കൊടുത്താൽ കംപ്ലീറ്റ് വീക്ക്നെസ്സിലോട്ട് പോകേണ്ട ആൾ ചിലപ്പോൾ ഒരു 3 months കൊണ്ട് അയാൾ കൊണ്ടുവന്ന റിക്കവറി ചിലപ്പോൾ 100% റിക്കവറി ആവില്ല, പക്ഷേ ഒരു 50% റിക്കവറിക്ക് ഉള്ള ചാൻസ് ഈ മരുന്ന് കൊണ്ട് കൂടും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് നമ്മളൊരു 6 പേർക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഒരു 100-33% ആൾക്കാർക്ക്
ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് വരും. ഓക്കെ. അതിലും വലിയൊരു ശതമാനം ആൾക്കാർക്ക് നമുക്കൊരു 3 മന്ത് കഴിഞ്ഞിട്ടുള്ള ഈ മരുന്ന് കിട്ടിയ ഒരാൾ കിട്ടാത്തയാളെ നമ്മളൊരു 3 മാസം ഫോളോ അപ്പ് ചെയ്തെന്ന് വെച്ചു, മനസ്സിലായോ? ഇമ്മീഡിയറ്റ്ലി മരുന്ന് കൊടുത്തു, 2 പേർക്കും 24 മണിക്കൂറിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ 3 മാസം കഴിഞ്ഞ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ചില സ്കോറുണ്ട് അവർക്ക്, MRS സ്കോർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്കോറുണ്ട്. ആ സ്കോറിൽ വലിയ വ്യത്യാസം കാണും. റിക്കവറി ഫാസ്റ്റ് ആവും അല്ലേ? ഫാസ്റ്ററും ആയിരിക്കും, ഡിസബിലിറ്റി കുറവായിരിക്കും, മോർബിഡിറ്റി കുറവായിരിക്കും. പിന്നെ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു പല ഇതാണ്, ഒരു സിവിയറിറ്റി. നമ്മുടെ ഒരു ആക്സിഡൻറ്റ് പോലെ, നമ്മൾ സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീണ് തൊലി പോയെന്ന് അതൊരു ആക്സിഡൻ്റ് ആണ്. ഒരു ലോറി വന്ന് സൈക്കിളിൽ ഇരിക്കുന്ന ആൾ ഇടിക്കുന്നു, ആക്സിഡൻ്റ് ആണ് എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ് റിക്കവറി. നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് എല്ലാ തരം സ്ട്രോക്കിനും ഒരേ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. മൈനർ സ്ട്രോക്സ്, സ്മോൾ സ്ട്രോക്സ് ഉണ്ട്. ലാക്യുണാർ ഇൻഫാക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു 2 സെൻറ്റിമീറ്ററിന് താഴെയുള്ള കൊച്ച് ഈ രക്തക്കുഴലിൽ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ വേണേൽ കാണാം, വലിയൊരു മരത്തിൻ്റെ ശിഖരങ്ങളായിട്ട് ഇങ്ങനെ കാണാം. ഒരു മരത്തിൻ്റെ വേരിൽ തന്നെ കടക്കലാണ് കത്തി വെക്കുന്നതെങ്കിൽ ആ മരം മുഴുവൻ പോകും. ഇനി 2 ശിഖരങ്ങളുണ്ട്, അതിൽ ഒരു ശിഖരം കംപ്ലീറ്റ് വെട്ടിക്കഴിഞ്ഞാൽ അത് പോകും. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു വശത്തുള്ള രക്തക്കുഴൽ മൊത്തം ബ്ലോക്കായ അത് മൊത്തം പോകും. പക്ഷേ ഏറ്റവും അഗ്രത്തിലെ ഒരു ശിഖരം പോകുന്നെങ്കിൽ അവിടുത്തെ കുറച്ച് ഇലകൾ മാത്രമേ പോകൂ. പറയുന്നത് മനസ്സിലായി? ഇതനുസരിച്ചാണ് നമുക്ക് റിക്കവറി. ഇതിൽ മേജർ ലാർജ് വെസലിലാണ് ബ്ലോക്ക് ആകുന്നത്. ഒരു പ്രധാനപ്പെട്ട ശിഖരം തന്നെ ബ്ലോക്കായി പോയെങ്കിൽ വലിയൊരു ഏരിയ ഓഫ് ബ്രെയിൻ ആണ് അവിടെ നശിക്കുന്നത്. അപ്പം അതുകൊണ്ടുള്ള ഡെഫിസിറ്റും അതിൻ്റെ റിക്കവറിയും മോശമായിരിക്കും. എന്നാൽ അഗ്രത്തിലുള്ള ചെറിയൊരു രക്തക്കുഴൽ ബ്ലോക്ക് ആയെങ്കിൽ അതുകൊണ്ടുള്ള ഡെഫിസിറ്റും അതിൻ്റെ റിക്കവറി ചാൻസും ഹൈ ആയിരിക്കും. അത് സ്വാഭാവികം, അതങ്ങനെയാണ് അതറിയേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഏറ്റവും ബെസ്റ്റ് മെഡിസിൻസ് ഞാൻ പറഞ്ഞല്ലോ, ത്രോംബോലൈസ് ചെയ്യുന്ന ശ്രമിക്കാം. അതല്ല, ത്രോംബോലൈസ് അല്ല, വലിയ രക്തക്കുഴൽ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് മെക്കാനിക്കലി ത്രോംബസ് പ്ലോട്ട് വലിച്ചെടുക്കാം, ത്രോംബക്ടമി ചെയ്യാം. പിന്നെ ഏറ്റവും നല്ല കണ്ടിന്യൂഷനായിട്ട് ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ് മരുന്നുകൾ കൊടുക്കാം, കൊളസ്ട്രോൾ താഴ്ത്തി വെക്കുന്ന മരുന്നുകൾ കൊടുക്കാം, നല്ല ന്യൂറോ റീഹാബിലിറ്റേഷൻ കൊടുക്കാം. എന്നാലും പ്രാഥമികമായിട്ട് ഞാൻ ഈ പറഞ്ഞ അനുസരിച്ചാണ് ഏത് രക്തക്കുഴലിലാണ് ബ്ലോക്ക്, പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പൈപ്പാണോ അതോ അഗ്രത്തിലെ ഒരു ചെറിയ പൈപ്പാണോ ബ്ലോക്കായി എന്നനുസരിച്ചാണ് റിക്കവറി. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അതിനെപ്പറ്റി പറയുന്നത് ഇറ്റ് ഇസ് എ സിൻഡ്രോം ഓഫ് സബ്സ്ട്രാക്ഷൻ എന്നാണ് പറയാം, അല്ലേ? സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ചെയ്യുക. ഒരാൾ 100 ആണെങ്കിൽ അയാളിൽ നിന്ന് മൈനസ് ചെയ്യാനാണ് എപ്പോഴും ഉള്ളൂ. അപ്പോൾ ഒരിക്കലും നമുക്ക് 100% റിക്കവറി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 95 വരുമായിരിക്കും, 96 വരുമായിരിക്കും, 90 വരുമായിരിക്കും. ചിലവർക്ക് 40 ഉള്ളായിരിക്കും, ചിലവർക്ക് 30 ആയിരിക്കും. എപ്പോഴും ഞാൻ പറഞ്ഞില്ല 100-ലോട്ട് വരില്ല, എന്തെങ്കിലും ഒന്നെങ്കിലും മൈനസ് ആവും. ഇറ്റ്സ് എ സിൻഡ്രോം ഓഫ് സബ്ട്രാക്ഷൻ. അപ്പം ഏത് ടൈപ്പ് ഓഫ് സ്ട്രോക്ക് ആണ് റിക്കവർ ആവാൻ കുറച്ച് ഡിഫിക്കൽട്ട്? ലാർജ് വെസൽ സ്ട്രോക്കുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്താൽ പോകുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും പ്രധാനപ്പെട്ട 4 രക്തക്കുഴലുകളുണ്ട്. ഫ്രണ്ടിലെ ഭാഗങ്ങൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി കരോട്ടിഡ് ആർട്ടറീസ് ഉണ്ട്, പിൻഭാഗത്ത് സപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വെർട്ടബിൾ ആർട്ടറീസ് ഉണ്ട്. അപ്പം 4 വലിയ രക്തക്കുഴലുകൾ വന്ന് ബ്രാഞ്ച് ചെയ്താണ് തലച്ചോറിൻ്റെ ഓരോ കോശങ്ങളിലോട്ട് ഇത് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കരോട്ടിഡ് ആർട്ടറി മൊത്തം ബ്ലോക്കായെന്ന് വെച്ചു, റൈറ്റ് സൈഡിലെ കരോട്ടിഡ് ഫുൾ ബ്ലോക്ക് ആയാൽ ആ വശത്ത് ബ്രെയിനിൻ്റെ 1/2 ഭാഗവും ഡെഡ് ആവുക, മനസ്സിലായോ? അപ്പം ലാർജ് വെസൽ സ്ട്രോക്സ് ആണ് റിക്കവർ ചെയ്യാൻ പാട്. സ്മോൾ വെസൽ സ്ട്രോക്സ് ആകുമ്പോൾ ചിലപ്പോൾ ചെറിയ ശബ്ദം കുഴച്ചാലോ കൈക്കൊരു ബലക്കുറവേ ഉള്ളൂ, 48 hours കൊണ്ട് അതിൻ്റെ പ്രോഗ്രഷൻ നിൽക്കും, അത് പെട്ടെന്ന് റിക്കവർ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ആക്സിഡൻറ്റ് പറഞ്ഞു, ലോറി വന്ന് ഇടിക്കുന്ന പോലെയോ സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീണ് തലി പോകുന്ന പോലത്തെ സ്ട്രോക്കുകളുണ്ട്. അത് ആ ഒരു ലാർജ് വെസൽ സ്ട്രോക്കുകളാണ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ പാട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ത്രോംബോലൈസിസും ഫ്ലൂട്ട് വലിച്ചെടുക്കുന്ന ത്രോംബക്ടമി പോലുള്ള കുറച്ച് സാഹസികം എന്ന് പറയുന്ന തരം ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചത്. കാരണം അപകടം പിടിച്ച സ്ട്രോക്കുകൾക്ക് അപകടം പിടിച്ച ചികിത്സാ രീതികൾ തന്നെ വേണം. നമുക്ക് ഈ ത്രോംബോലൈസ് ചെയ്യുന്ന ഒരാൾക്ക് ബ്ലീഡിങ്ങിനുള്ള ഹൈ ചാൻസ് ഉണ്ട്. നമുക്ക് 100 പേർക്ക് കൊടുത്ത 6 പേർക്ക് അതുകൊണ്ട് വലിയ ഹെമറാജ് വന്നിട്ട് അപകടം വരാം. ഇന്റേണൽ വരാം, ബ്രെയിനിൽ തന്നെ ബ്ലീഡിങ് വരാം. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ത്രോംബക്ടമിക്കും അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ലാർജ് വെസൽ സ്ട്രോക്ക് ഭയങ്കര അപകടം ഉള്ളതുകൊണ്ടാണ് റിസ്കി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നമ്മൾ അതിന് കൊടുക്കുന്നത്. പലപ്പോഴും ഇത് ചെറിയ സമയത്തുള്ളിൽ തന്നെ രോഗിയോട് നമുക്ക് പലപ്പോഴും പറ്റില്ല, അവരുടെ ബന്ധുക്കളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ടൈം കുറവാണ്, സാങ്കേതികമായിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ള ചികിത്സാ രീതി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക വേണം. എന്നാലും അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ ലാർജ് വെസൽ സ്ട്രോക്കുകൾ അപകടമുള്ളതുകൊണ്ട് റിക്കവറിക്ക് ചാൻസ് കുറവാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരാളെ സിംറ്റംസ് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ എന്തൊക്കെ ചികിത്സയാണ് ലൈക്ക് നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട്? അതെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്ട്രോക്ക്
ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ക്ലിനിക്കലി ആണ്. ആദ്യം കാണുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു വശത്തെ കൈക്ക് ബലക്കുറവ്, കാലിൻ്റെ ബലക്കുറവ്, ശബ്ദം കുഴച്ചില്ല. അപ്പം നമുക്കിത് അറിയാം ഇത് സ്ട്രോക്കാണ്. പക്ഷെ നമുക്ക് അറിയില്ല ഇത് എന്ത് സ്ട്രോക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ 2 തരം വലിയ സ്ട്രോക്കുകളുണ്ട്. ഒന്ന് ബ്ലോക്ക് ആയതാകാം, അല്ലെങ്കിൽ ഹെമറേജ് ആയതാവാം. രണ്ടിനും ഒരേ ലക്ഷണമാണ്. മനസ്സിലായില്ലേ? ഇപ്പം തലച്ചോറിൻ്റെ ഇടതുഭാഗത്ത് ബ്ലീഡ് വന്നാലും വലതുവശം തളരും. തലച്ചോറിൻ്റെ ഇടതുവശത്ത് ക്ലോട്ട് വന്നാലും വലതുവശം തളരും. അപ്പം വീക്ക്നെസ് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് ഇത് എന്ത് തരം സ്ട്രോക്കാണെന്നാണ്. അപ്പം ഡിപ്പെൻഡ്സ്. ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി MRI ആണ്. പക്ഷേ നമുക്ക് ഏത് സ്ഥലത്ത് MRIയുടെ അവൈലബിലിറ്റി എല്ലാ സ്ഥലത്തും ഇല്ല. അപ്പം ഫസ്റ്റ് ഇമേജ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ CT ഉള്ളൊരു സെൻറ്ററിലാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് CT എടുക്കും. ഇനി MRI ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി MRI സ്ട്രോക്ക് പ്രോട്ടോകോൾ, MRI വിത്ത് ആൻജിയോഗ്രാം എടുക്കും. അപ്പോൾ CT എടുത്താലുള്ളൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഈ MRI എടുക്കുമ്പോൾ സ്ട്രോക്ക് ആയ ഭാഗം, സ്ട്രോക്ക് തുടങ്ങിയ ഒരു 30 മിനിറ്റ് ശേഷം നമുക്ക് നല്ല വൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തിരിച്ചറിഞ്ഞാൽ അത്ര നല്ലതല്ലേ. MRIയുടെ അഡ്വാൻറ്റേജ് നമുക്ക് ഡിഫ്യൂഷൻ വെയ്റ്റഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഇമേജ് ഉണ്ട്. അതിൽ ഒരു 30 മിനിറ്റിന് ശേഷം നല്ല വൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയാം ഇന്ന സ്ഥലത്താണ് സ്ട്രോക്ക്, അല്ലെങ്കിൽ ലാർജ് സ്ട്രോക്ക് ആണോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആൻജിയോഗ്രാം എടുക്കുമ്പോൾ അറിയാം ലാർജ് വെസൽ ഒക്ലൂഷൻ ആണോ, ഇയാൾ ത്രോംബോലൈസ് ചെയ്താൽ കൊണ്ടുണ്ടാവും, അതല്ല ഇനി മറ്റേ വലിയ വെസൽ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ക്ലോട്ട് റിട്രൈവൽ ചെയ്യണമെന്നൊക്കെ അറിയാനാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇമേജിങ് ചോയ്സ് വെച്ചാൽ MRI ബ്രെയിൻ വിത്ത് MR ആൻജിയോഗ്രാം. അതായത് രക്തക്കുഴലിൻ്റെ അവസ്ഥ നമുക്കറിയാം. നേരത്തെ നിങ്ങൾ ചോദിച്ചില്ലേ ഏത് തരം സ്ട്രോക്കാണ് റിക്കവറി മോശം. അപ്പോൾ ഞാൻ പറഞ്ഞു ലാർജ് വെസൽ ഒക്ലൂഷനാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സ്കാനിൽ ഇത് ലാർജ് രക്തക്കുഴലാണോ ബ്ലോക്ക് എന്നറിയാൻ പറ്റും. പിന്നെ എത്രത്തോളം ഭാഗം നശിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വൈറ്റായിട്ട് കാണാൻ പറ്റും. അതൊക്കെയാണ് MRIയുടെ അഡ്വാൻറ്റേജ്. ഇനി CT മാത്രമുള്ള സ്ഥലത്താണെങ്കിലും ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ CT കുറച്ച് പഴയ ടെക്നിക്കാണ്. CTയിൽ നമ്മൾ മറ്റേതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുമല്ലോ. പക്ഷേ CTക്ക് അത് വിൽക്കാനുള്ള ഷെയ്ഡ്സ് ഓഫ് ഗ്രേ. അപ്പം പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാം. അത് ഹെമറേജ് ആണെങ്കിൽ ഇവരുടെ ഹെമറേജ് CTയിൽ പെട്ടെന്ന് നമുക്ക് നല്ല വൈറ്റ് ആയിട്ട് കാണാം. പക്ഷേ ഭൂരിഭാഗം സ്ട്രോക്കുകളും എന്താണ് ഇസ്കീമിക് ബ്ലോക്ക് കാരണമുള്ള സ്ട്രോക്കാണ്. അപ്പോൾ ആദ്യം ഒരു 6 മണിക്കൂർ വരെ ഈ CTക്കകത്ത് ഈ ക്ലോട്ട് ആയിട്ടുള്ള ഭാഗം തെളിഞ്ഞു വരത്തില്ല. പിടികിട്ടിയോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇതൊരു ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആയിട്ട് നമുക്ക് ഈ ബ്ലോക്ക് ആയിട്ടുള്ളതിൻ്റെ സ്ട്രോക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ബ്ലീഡിങ് ആയിട്ടുള്ള ഒരാൾക്കാണ് CTക്കകത്ത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാം. പക്ഷേ ഭൂരിഭാഗം സ്ട്രോക്കുകളും ക്ലോട്ടായ സ്ട്രോക്കുകളാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ നമുക്ക് സ്ട്രോക്കായി നമ്മൾ 2 മണിക്കൂറിൽ അടുത്ത് കൊണ്ട് CT എടുത്തു. അപ്പോൾ CT എടുക്കുമ്പോൾ ആൾക്ക് വലതുവശത്ത് നല്ല വിലക്കുറവുണ്ട്. സ്കാൻ എടുക്കുമ്പോൾ തലയ്ക്കകത്ത് CT വിൽ ബി നോർമൽ. അതാണ് കുഴപ്പം. ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ കഴിഞ്ഞാൽ CTക്കകത്ത് സ്ട്രോക്കിൻ്റെ ചില ചേഞ്ചുകളെങ്കിലും കാണാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ക്ലോട്ടായിട്ടുള്ള തരം സ്ട്രോക്കുകളുടെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി CT ഇൻഫീരിയർ ആണ്. ഹെമറേജ് ആണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി തിരിച്ചറിയാൻ കഴിയും. പക്ഷേ ഭൂരിഭാഗം സ്ട്രോക്കുകളും ഹെമറേജ് അല്ല. 80% സ്ട്രോക്കുകൾ നമുക്ക് സംഭവിക്കുന്നത് ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് MRIക്ക് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് എപ്പോഴും, സ്ലൈറ്റ് അല്ല ഡെഫിനറ്റ്ലി ഒരു സുപ്പീരിയർ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പ്രിഫർ ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ MRI വിത്ത് ആൻജിയോഗ്രാം. അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ MRI ആൻജിയോഗ്രാം എടുക്കുമ്പോഴായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ലാർജ് വെസൽ ഒക്ലൂഷനാണ്. നമുക്ക് അപ്പം തന്നെ പേഷ്യനോട് പറയാം, അല്ല ബൈസ്റ്റാൻഡറോട് നമുക്ക് പറയാം ഇത് ലാർജ് വെസൽ ഒക്ലൂഷനാണ്, പ്രധാനപ്പെട്ട രക്തക്കുഴൽ ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഇത്ര വലിയൊരു ഏരിയ തന്നെ ബ്രെയിനിൽ പോയിട്ടുണ്ട്. തലച്ചോറിൽ ഓരോ ഏരിയകളുണ്ട്. സ്പീച്ചിന് ഏരിയ ഉണ്ട്, മെമ്മറിക്ക് ഏരിയ ഉണ്ട്, ലാംഗ്വേജിന് ഏരിയ ഉണ്ട്, ബിഹേവിയറിന് ഏരിയ ഉണ്ട്, വിഷൻ ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ MRI എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വൈറ്റ് ആയിട്ട് കാണാം. അപ്പം ഈസി ആയിട്ട് നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിന് പറയാം ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ലാംഗ്വേജ് പോയിട്ടുണ്ട്, സ്പീച്ച് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വിഷൻ ലെഫ്റ്റ് സൈഡോട്ട് വിഷൻ പോകും, അല്ലെങ്കിൽ ഇയാൾക്ക് ഭാവിയിൽ ബിഹേവിയർ ഡിസ്റ്റർബൻസ് വരാൻ ചാൻസ് ഉണ്ട്, റിക്കവറിക്ക് മോർ ദാൻ 6 മന്ത് എടുക്കും, ഒരിക്കലും കംപ്ലീറ്റ് ആയിരിക്കില്ല എന്നൊക്കെയുള്ളത് നമുക്ക് നമ്മുടെ വിഷ്വലി നമുക്ക് കാണാമല്ലോ. ബ്രെയിനിൻ്റെ ഒരു 40-50% തന്നെ പോയി എന്നുള്ളത്. പക്ഷേ CTക്ക് അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. സോ ഫസ്റ്റ് തിങ് ഈസ് ദിസ്. അതാണ് ഇമ്മീഡിയറ്റ്. നമുക്കിതെടുത്തിട്ടേ മുന്നോട്ട് അടുത്ത ചികിത്സ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. കാരണം ഹെമറേജിനും ഈ ക്ലോട്ടിങ്ങിന് കൊടുക്കുന്ന മരുന്നേ ഡിഫറൻറ്റ് അല്ലേ. അപ്പോൾ ഹെമറേജ് ഉള്ള ഒരാൾക്ക് ബ്ലഡ് അലിയാനുള്ള മരുന്ന് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഹെമറേജ് വീണ്ടും കൂടിയിട്ട് മരണം സംഭവിക്കും. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് വെദർ ഇറ്റ്സ് ഹെമറേജ് ഓർ ഇൻഫാർക്റ്റ്. ബെസ്റ്റ് തിങ് ഈസ് MRI വിത്ത് ആൻജിയോഗ്രാം. അപ്പോൾ അത് എടുത്തതിന് ശേഷമാണ് നമ്മൾ മറ്റ് ചികിത്സകളിലോട്ട് ത്രോംബോലൈസിസ് അല്ലെങ്കിൽ ത്രോംബെക്ടമി അല്ലെങ്കിൽ മറ്റേ ബ്ലഡ് അലിയുന്ന ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ്. ഇനി അതുപോലെ തന്നെ ഹെമറേജ് ബ്ലീഡിങ് ആണെങ്കിൽ ലാർജ് ബ്ലീഡ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി സർജറിയുടെ ആവശ്യം വരും.
ചെറിയ ബ്ലീഡൊക്കെ ആണെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ ബ്ലീഡിങ് നിർത്താനുള്ള വേറെ ടൈപ്പ് മരുന്നുകൾ കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഇത് പ്രാഥമിക അന്വേഷണമാണ്. പിന്നെ ഇതിനനുബന്ധമായിട്ടുള്ള മറ്റു ചില ടെസ്റ്റുകൾ ഇതിൻ്റെ പുറകെ, അതായത് നമ്മൾ പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ത്രോംബലൈസോ ത്രോംബെക്ടമിയോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മറ്റ് ടെസ്റ്റ് ഇയാൾക്ക് ഇത് എന്തുകൊണ്ട് വന്നു, ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും ഇതിന് കാരണം, ചിലപ്പോൾ ഇയാൾ ഡയബറ്റീസ് ആയിരിക്കാൻ കാരണം, അല്ലെങ്കിൽ ഇയാൾക്ക് ഹൃദയ സംബന്ധമായ രോഗം ഉണ്ടായിരിക്കാം. അങ്ങനെ ഹൃദയ സംബന്ധ രോഗമുള്ളവർക്ക് വരുന്ന തരം സ്ട്രോക്സ് ഉണ്ട്. അതിന് നമ്മൾ കാർഡിയോംബോളിക് സ്ട്രോക്സ് എന്നൊക്കെ പറയും. ചില ഏട്രിയൽ ഫിബ്രിലേഷൻ പോലെ ഹാർട്ടിൻ്റെ താളത്തിനെ തെറ്റിക്കുന്ന ഒരു അസുഖമുണ്ട്. അപ്പോൾ അതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ ചിലപ്പോൾ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം ഹൃദയത്തിൻ്റെ ECG, ഹൃദയത്തിൻ്റെ എക്കോ, പിന്നെ 24 hour അല്ലെങ്കിൽ 48, 72 hours ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ECG മോണിറ്ററിങ് ചെയ്യുന്ന ഡിവൈസുകളുണ്ട്, ഹോൾട്ടർ മോണിറ്ററിങ്, അത് ചെയ്യേണ്ടി വരാം. പിന്നെ ചില അപൂർവം കേസുകളിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ ക്ലോട്ടിങ്ങിൻ്റെ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ, ക്ലോട്ടിങ് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ക്ലോട്ടിങ് ഫാക്ടേഴ്സിൻ്റെ എന്തെങ്കിലും ജന്മനാലുള്ള ഡിസോർഡർ കൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി അതും ചിലപ്പോൾ ചില കേസിൽ ചെയ്ത് നോക്കേണ്ടി വരാറുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ തലത്തിൽ വേണ്ടത്. പിന്നെ ഓരോ പേഷ്യൻസിൻ്റെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് കുറച്ച് മാറുമായിരിക്കും, പക്ഷേ ഇതാണ് കോമൺ. അപ്പം എന്തൊക്കെയാണ് ലൈക്ക് സ്ട്രോക്ക് വരാനുള്ള മെയിൻ റീസൺസ്? ലൈക്ക് ജനറ്റിക്സ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ സ്ട്രോക്ക്? അതെ, അപ്പോൾ സ്ട്രോക്കിൻ്റെ റീസൺസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കാണാം. ഒന്ന്, നമുക്ക് നമ്മളാൽ നിയന്ത്രിക്കാവുന്ന കാരണങ്ങൾ കൊണ്ടും, മറ്റേത് നമ്മൾ എന്ത് നിയന്ത്രിച്ചാലും നമുക്ക് സ്ട്രോക്ക് വരും. മനസ്സിലായോ? അതിന് നമ്മൾ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും പറയും, നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും പറയും. അപ്പം നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാവുന്ന റിസ്ക് ഫാക്ടേഴ്സ്, അതായത് നിങ്ങൾക്കിപ്പം ഹൈപ്പർ ടെൻഷൻ കൊണ്ട് സ്ട്രോക്ക് വരാം, അത് മോഡിഫൈ ചെയ്യാം, അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാമല്ലോ. പിന്നെ ഡയബറ്റീസ് കൊണ്ട് വരാം, ഹൈപ്പർ കൊളസ്ട്രോളീമിയ, കൊളസ്ട്രോളിൻ്റെ ഇത് കൊണ്ടുവരാം, ഒബിസിറ്റി, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അമിതവണ്ണം, അതുപോലെ തന്നെ രാത്രിയിൽ ഉറക്കത്തിൻ്റെ കൂർക്കമ്പലിയുടെ പ്രശ്നമുള്ള ആൾക്കാരുണ്ടോ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, അതുപോലെ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഏട്രിയൽ ഫിബ്രിലേഷൻ പോലെ ഹാർട്ടിൻ്റെ ബീറ്റിന് വേരിയേഷൻ വരുന്ന കേസുകൾക്ക് സ്ട്രോക്ക് വരാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മോഡിഫയബിൾ. പിന്നെ സ്മോക്കിംഗ്, നിങ്ങളൊരു സ്മോക്കർ ആണെങ്കിൽ സ്മോക്കിംഗ് നിർത്തിയാൽ നിങ്ങൾക്ക് സ്ട്രോക്ക് വരാനുള്ള റിസ്ക് കുറയ്ക്കാം. അപ്പോൾ വരുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ മോഡിഫയബിൾ, നിങ്ങൾക്ക് ആയിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഷുഗർ നിയന്ത്രിക്കാം, പ്രഷർ നിയന്ത്രിക്കാം, പുകവലി നിയന്ത്രിക്കാം, അമിതവണ്ണം നിയന്ത്രിക്കാം, ഉറക്കത്തിൻ്റെ അസുഖങ്ങളുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാം, ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാം, ഇതൊക്കെ പറഞ്ഞാൽ സ്മോക്കിംഗ് നിയന്ത്രിക്കാം. ഇതൊക്കെ മോഡിഫയബിൾ. പക്ഷേ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് ഒന്ന്, നിങ്ങളുടെ പ്രായം. നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും എബോവ് ഒരു 60 years ഒക്കെ കഴിയുമ്പോൾ ആ പ്രായം തന്നെ സ്ട്രോക്കിനൊരു കാരണമാണ്. നിങ്ങൾ വളരെ നല്ല ലൈഫ് സ്റ്റൈലായിരിക്കും ചിലപ്പോൾ ജീവിക്കുന്നത്, അപ്പോഴും സ്ട്രോക്ക് നിങ്ങളെ പിടിക്കും. പിന്നെ മെയിൽ സെക്സ്, പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീകളെക്കാൾ കൂടുതൽ സ്ട്രോക്ക് വരാം. അപ്പോൾ നിങ്ങൾ പുരുഷനായി ജനിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഹൈ ആണ്. അത് നിങ്ങളുടെ ലിംഗം മാറ്റാൻ പറ്റില്ല, യു ക്യാൻ ഓൺലി ബി എ മാൻ അല്ലേ. അതുപോലെ തന്നെ എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ റേസ്, നോൺ വൈറ്റ് ആയിട്ടുള്ളവർക്ക്, വൈറ്റ് ആയിട്ടുള്ളവരെക്കാരും സ്ട്രോക്ക് വരാൻ, ഇപ്പം അമേരിക്കൻസ്, യൂറോപ്യൻസൊക്കെ കൂടുതൽ സ്ട്രോക്ക് വരാൻ ചാൻസ് കൂടുതൽ, മറ്റ് ചൈനീസ്, ഇന്ത്യൻസ്, ആഫ്രിക്കൻസൊക്കെ കൂടുതലുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ റേസ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുപോലെ റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ ഈ രീതിയിലാണ്. പിന്നെ നിങ്ങൾക്ക് ജന്മനാൾ നിങ്ങൾക്കൊരു ക്ലോട്ടിങ് ഡിസോർഡർ ഉണ്ട്, അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്യാം, പക്ഷേ അതൊരു ജനറ്റിക്കലി ഉള്ളതാണ്. പിന്നെ ചിലവർക്ക് കുടുംബത്തിൽ തന്നെ സ്ട്രോക്ക് വരുന്ന കണ്ടീഷൻസ് ഉണ്ട്, ജനറ്റിക് ആയിട്ടുള്ള മോണോജനിക് സ്ട്രോക്സ് എന്ന് പറയും. അപ്പോൾ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് അസുഖമുണ്ട്, നമുക്കും അത് വരാൻ ഹൈ ചാൻസ് ആണ്. അതിന് ചില പേരൊക്കെ ഉണ്ട്, കാരാസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ജനറ്റിക്കായിട്ട് കിട്ടുന്നതാണ്. അത് നേരത്തെ കണ്ടെത്തി നിയന്ത്രിച്ച് ചെയ്യാമെങ്കിലും അതും നമുക്ക് അത്രയൊരു മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല. ഇതൊക്കെയാണ് സ്ട്രോക്കിന് കാരണങ്ങൾ. കാണുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ തരംതിരിച്ചാൽ ഒന്നും കൂടി എളുപ്പം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന വ്യക്തി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ വീണ്ടും സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. അത് റിക്കറൻറ്റ് സ്ട്രോക്കിനുള്ള ചാൻസ് ഉണ്ട്. കാരണം സ്ട്രോക്ക് ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് വരാം, ഷുഗറും പ്രഷറും മൂലം തലച്ചോറിലെ രക്തക്കുഴൽ അടഞ്ഞു പോകുന്നൊരു പ്രോസസ്സാണ് സ്ട്രോക്ക്. പ്രധാനപ്പെട്ട 4 രക്തക്കുഴലുകൾ, പിന്നെ അത് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് കുറേ 10, 20, 30 ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട് തലച്ചോറിൻ്റെ അകത്തോട്ട്. അപ്പം നമുക്കൊരു സ്ട്രോക്ക് വരുമ്പോൾ രക്തക്കുഴൽ അടഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ, 100% ബ്ലോക്കായി. അപ്പം അതിൻ്റെ അതേ ഏജുള്ള രക്തക്കുഴലുകൾ ഇഷ്ടംപോലെ ഭാഗങ്ങൾ തലച്ചോറിലുണ്ട്.
അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് രക്തം അലിയാനുള്ള മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ പോലും സിമിലർ ഏജുള്ള ഒത്തിരി ബ്ലഡ് വെസൽസ് തലയിലുണ്ട്. അതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് വീണ്ടും ക്ലോട്ട് ആവാനുള്ള ചാൻസസ് ആർ ദെയർ. അപ്പോൾ നമ്മൾ ആൻറ്റിപ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ കഴിച്ചാൽ ഒരു 90% പ്രൊട്ടക്ഷൻ കിട്ടിയാലും ഒരു 5-10% നമുക്ക് വീണ്ടും റീസ്ട്രോക്കിനുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു കാരണം ഇതാണ്, ഞാൻ പറഞ്ഞില്ല, പ്രായം കൂടുന്നതനുസരിച്ച് മറ്റു രക്തക്കുഴലുകൾ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂടെ അയാൾക്ക് ഒരു ഹൃദയത്തിൻ്റെ ഒരു അസുഖം പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യാം. വയസ്സ് കൂടി വരുമ്പോൾ അയാൾക്ക് സ്ട്രോക്ക് ഉണ്ടാകാൻ കാര്യം ഷുഗറോ പ്രഷറോ ആയിരുന്നിരിക്കാം. പക്ഷേ ഒരു 65 വയസ്സിന് അയാൾക്ക് ഹൈട്രൽ ഫിബ്രിലേഷൻ ഡെവലപ്പ് ചെയ്താൽ ഹാർട്ടിൽ നിന്ന് വേറെ സ്ട്രോക്ക്, ഹാർട്ടിലെ ക്ലോട്ട് തലച്ചോറിൽ തെറിച്ച് പോകുന്ന കണ്ടീഷനും വരാം. അപ്പോൾ അതൊരു റീസ്ട്രോക്കിന് ചാൻസാണ്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ ചില അപൂർവം ചില ആൾക്കാർക്ക് ഈ മരുന്നിനോട് റെസിസ്റ്റൻസ് വരാറുണ്ട്. മീൻസ് റെസിസ്റ്റൻസ് ഉള്ളവരുണ്ട്, ആസ്പിരിനോട് ബോഡി റെസിസ്റ്റ് ചെയ്യാത്ത. അപ്പോൾ നമുക്കത് ആർക്കാന്ന് നമുക്ക് നേരിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ ആസ്പിരിൻ കഴിച്ചിട്ടുള്ളവർക്ക് സ്ട്രോക്ക് വരുമ്പോഴാണ് നമ്മൾ സംശയിക്കുക. അതിന് ജനറ്റിക് ടെസ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ ഇതിന് അങ്ങനെയാണെങ്കിൽ നമ്മൾ മരുന്നുകൾ മാറ്റും, ആസ്പിരിൻ മാറ്റിയിട്ട് ക്ലോപ്പിഡോഗ്രൽ അലറ്റിക്കാഗ്രൽ എന്ന് പറയും മറ്റു മരുന്നുകൾ. അപ്പം അങ്ങനെയുള്ളവർക്കും റീസ്ട്രോക്ക് വരാം. അപ്പോൾ റീസ്ട്രോക്കിന് പല കാരണങ്ങളുണ്ട്. മോസ്റ്റ് കോമൺ കാരണം ആൾക്കാരിത് നോൺ കംപ്ലൈൻറ്റ് ആവുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കിട്ടേണ്ടതിൻ്റെ ഒരു മാക്സിമം റിക്കവറി ആയെന്ന് വെച്ചു. അപ്പോൾ ഒരു പൂർണ്ണമായിട്ട് തളർന്നു വന്ന ഒരാൾ തനിയെ നടക്കാനൊക്കെ ഉള്ള ഒരവസ്ഥയിലെത്തി. അപ്പോൾ അവർക്ക് ഇതിൻ്റെ സയൻസ് അവർ പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു 6 മാസം 8 മാസം 1 വർഷമൊക്കെ മരുന്ന് കഴിച്ചപ്പോൾ അവർക്കൊരു അസുഖം മാറിപ്പോയതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു മരുന്ന് നിർത്തും, ആരെയും കൺസൾട്ട് ചെയ്യാതെ മെഡിസിൻ നിർത്തും. അപ്പം ഓൾറെഡി നമുക്കറിയാം തലച്ചോറിലെ മറ്റ് പല രക്തക്കുഴലും ബ്ലോക്ക് ആവാതെ ഇരിക്കുകയാണ്. ഒരു സൈഡിൽ സംഭവിച്ച സംഭവം മറ്റൊരു വെസലിൽ വന്നിട്ട് ബ്ലോക്ക് ആവും. അപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വരാമെന്ന് ചോദിച്ചാൽ വളരെ ചാൻസ് കുറവാണ്. വരാനുള്ള ഏറ്റവും പ്രധാന കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ആവശ്യമില്ലാന്ന് ഓർത്ത് മരുന്ന് നിർത്തുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മെഡിസിൻസ് എടുക്ക് വെച്ച് നിർത്താൻ പറ്റൂല അല്ലേ? നിർത്താൻ പറ്റൂല എന്ന് പറയുമ്പോൾ അത് മെഡിസിൻസിൻ്റെ കുഴപ്പമല്ല. നമ്മൾ വയസ്സായിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് പ്രായം റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മരുന്ന് ഷുഗറും പ്രഷറും ഒക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷുഗറിന് ഞാൻ മരുന്ന് തുടങ്ങി, അത് പക്ഷേ മരുന്ന് തുടങ്ങിയില്ല, കാരണം അത് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. അല്ല, പ്രഷറിന് മരുന്ന് കഴിച്ചാൽ പിന്നെ നിർത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ആ ലോജിക്കിനൊരു പ്രശ്നമുണ്ട്. പ്രഷറും ഷുഗറൊക്കെ വരുന്ന നമ്മുടെ ശരീരം വയസ്സായതിൻ്റെ ലക്ഷണങ്ങളെ കാണിക്കുന്നത്. ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്ക് കേട് വരുന്നു. ഇപ്പോൾ പാൻക്രിയാസിലും കേട് വന്നിട്ട് അതിന് ഇൻസുലിൻ വരാത്ത അവസ്ഥ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഷുഗർ വരുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് ഇൻസുലിൻ എടുക്കുന്നത് അത് ഇൻസുലിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഇതിനു വേണ്ടി മരുന്ന് തുടങ്ങിയാൽ ആയുസ്സും ആരോഗ്യം കൂടും. നമുക്ക് എന്തായാലും ആയുസ്സും ആരോഗ്യം കൂട്ടി കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. മരുന്ന് കഴിക്കാതിരിക്കാനുള്ള ഉപയോഗിക്കുന്ന ലോജിക്ക് പലപ്പോഴും ഭയങ്കര വേടാണ്. മനസ്സിലായില്ലേ? ഇത് തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല. തുടങ്ങുന്നത് എന്തിനാ? എനിക്ക് പ്രശ്നമുള്ളതുകൊണ്ട്. തുടങ്ങിയാൽ എന്താ ഗുണം? ആയുസ് കൂടും, ആരോഗ്യം കൂടും. നമുക്ക് ജീവിതത്തിലെ പല പ്രധാന കാര്യങ്ങളിലും കൂടി വീണ്ടും കടന്നു പോകാൻ പറ്റും. ചിലപ്പോൾ ചികിത്സ എടുക്കാതെ പോയാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ കല്യാണം കാണാനോ അല്ലെ കൊച്ചുമക്കളെ കാണാനോ ഉള്ള ഭാഗ്യം ചികിത്സ എടുത്തതിലൂടെ ഉണ്ടാകുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മരുന്ന് തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു നമ്മുടെ നിർബന്ധം, നമ്മുടെ ആരുടെ നിർബന്ധമല്ല. അത് മനുഷ്യൻ കണ്ടുപിടിച്ചു. പ്രഷർ നിയന്ത്രിച്ചാൽ ആയുസ് കൂടും, ഷുഗർ നിയന്ത്രിച്ചാൽ ആയുസ് കൂടും, സ്ട്രോക്ക് നിയന്ത്രിച്ചാൽ ആരോഗ്യം ജീവിതത്തിൻ്റെ ക്വാളിറ്റിയും കൂടും, ഹൃദയരോഗം നമ്മൾ മരുന്ന് കഴിക്കുകയും സ്റ്റെൻറ്റ് ചെയ്യുകയും ചെയ്താൽ ആയുസ് കൂടും. അതുകൊണ്ട് മനുഷ്യർ കൂടുതൽ മരുന്ന് കഴിക്കുന്നത്. പണ്ടൊന്നും ഈ മരുന്നില്ലായിരുന്നു. ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ മരുന്നെല്ലാം കണ്ടുപിടിച്ചപ്പോൾ കഴിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ വേണം കാണാൻ. ഓക്കെ ഓക്കെ. അപ്പം ഇപ്പം ലൈക്ക് 60 വയസ്സ് കഴിഞ്ഞവരെക്കാൾ കൂടുതലും കുറച്ച് യങ്സ്റ്റേഴ്സിനും സ്ട്രോക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, സോ അത് എന്തായിരിക്കും ഇങ്ങനെ യങ്സ്റ്റേഴ്സിന്? യങ് സ്ട്രോക്ക്, അതുപോലെ തന്നെ യങ് ഹാർട്ട് അറ്റാക്ക്, പ്രത്യേകിച്ച് ഏഷ്യൻ റേസിലുള്ളവർക്ക്, പുരുഷന്മാർക്ക് ഇതിനുള്ള റിസ്ക് കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതൊരു ജനിതകമായിട്ടുള്ള നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സാണ്. പിന്നെ രണ്ടാമത് കാരണം, ഒന്ന് കോവിഡ് പോലത്തെ വൈറൽ ഇൻഫെക്ഷൻസ് പാൻഡമിക് ആയിട്ട് വന്നതിന് ശേഷം ഇത് രക്തക്കുഴലിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ കൂടിയാണ്. വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടാകും. അപ്പം ഈ രോഗം വന്നതിന് ശേഷം ഇത് നമ്മുടെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഈ വൈറസിൻ്റെ റിയാക്ഷൻ മൂലം ക്ലോട്ട് വരും. മനസ്സിലായി? അപ്പോൾ ഈ ഒരു പാൻഡമിക് വന്നതിന് ശേഷം ഒത്തിരി പേർക്ക് യങ് സ്ട്രോക്ക് വന്നിരുന്നു. പിന്നെ മറ്റു ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല് അല്ലേ, പണ്ട് ഒരു അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി മാറി നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് കഴിയുന്നത്. അപ്പോൾ നമ്മുടെ കൂടുതലും ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, എല്ലാം ഓട്ടോമേഷനാണല്ലോ. ഇപ്പോൾ കൃഷിയാണെങ്കിലും ഓട്ടോമേഷനാണ്. അപ്പോൾ ഒരു ആവറേജ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ 8 മണിക്കൂറും ഇതുപോലെ എന്നെപ്പോലെ കസേരയിൽ കുത്തിയിരുന്നിട്ട് ഉള്ള ജോലിയായിരിക്കും ചെയ്യുക. പിന്നെ ഉള്ള 8 മണിക്കൂർ വിശ്രമിക്കുമായിരിക്കും, ഉറങ്ങുമായിരിക്കും. വ്യായാമം വളരെ കുറവാണ് പൊതുവെ. അതുകൊണ്ട് എന്ത് പറ്റും, നമ്മുടെ നേരത്തെ പറഞ്ഞ ഒബിസിറ്റി, പൊണ്ണത്തടി ഒരു വലിയ റിസ്ക് ഫാക്ടറാണ്.
അതുപോലെ സ്ലീപ്പ് ഡിസോർഡേഴ്സൊക്കെ ഈ ഒബിസിറ്റിയുടെ ഭാഗമായിട്ട് വരും. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ഇതൊക്കെ വരും. അപ്പോൾ അതും ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ നമ്മുടെ ഏഷ്യൻ റേസ് ഒരു പ്രശ്നമാണ്. ഈ കോവിഡ് പോലത്തെ പാൻഡമിക്സ് കാരണം നമുക്ക് യങ് സ്ട്രോക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം കൊണ്ടും വരുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ മറ്റു രീതിയിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ന്യൂ ജനറേഷൻ ഉള്ളവർ അധികം പേര് പഴയ ജനറേഷൻ എത്ര സ്മോക്കിങ് കാണുന്നില്ല. അപ്പം അതൊക്കെ ഒരു നല്ലതായിട്ട് കാണണം. പക്ഷേ യങ് സ്ട്രോക്ക് ഒരു സത്യമാണ്. പിന്നെ അതിലൊരു പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ റയറായിട്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള പ്രായം കുറഞ്ഞവരൊക്കെ ഉണ്ട്. കാർഡിയോംബോളിക് സ്ട്രോക്ക് അങ്ങനെയൊക്കെ വരാം. ഇതാണ് പ്രധാനമായിട്ട് യങ് സ്ട്രോക്കിൻ്റെ കാരണങ്ങൾ. ഓക്കെ. ഇപ്പോൾ പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ട് സഡൻ ഡെത്ത് ഉണ്ടാവാൻ അങ്ങനെ വല്ല പോസിബിലിറ്റി ഉണ്ടോ? ഉണ്ട്. പെട്ടെന്ന് സ്ട്രോക്ക് ഞാൻ പറഞ്ഞല്ലോ, സ്ട്രോക്ക് രണ്ട് രീതിയിലാണ് ഞാൻ നേരത്തെ തരംതിരിച്ച് പറഞ്ഞത്. ഇസ്കീമിക് സ്ട്രോക്ക്, ഹെമറാജിക് സ്ട്രോക്ക്. ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് രക്തക്കുഴൽ ബ്ലോക്ക് ആകുന്നതുകൊണ്ട് അതുകൊണ്ടുണ്ടാവുന്ന മരണസാധ്യത ഉണ്ട്. പക്ഷേ അത് കുറവാണ്. കാരണം ബ്ലഡ് ഫ്ലോ കുറഞ്ഞാലും മറ്റു വശത്തെ ബ്ലഡ് ഫ്ലോ ഉണ്ട്. അപ്പം ബോധം വളരെ കുറഞ്ഞിരിക്കാം. വലിയ രക്തക്കുഴലിൻ്റെ ബ്ലോക്കാണ്. അപ്പോഴും മരണം സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ബ്ലീഡിങ് കേസുകളിൽ പെട്ടെന്ന് മരണം സംഭവിക്കാം. അതായത് ഒരു പ്രഷർ കുക്കറിനകത്ത് പ്രഷർ കൂടി പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന പോലെ വേണം വലിയ ബ്ലീഡിങ്ങുകളെ കാണാൻ. നമ്മളിപ്പോൾ ഈ സംസാരിച്ച് മുഴുവൻ ക്ലോട്ടിൻ്റെ ചികിത്സയെ പറ്റുക. ഈ വലിയൊരു രക്തക്കുഴലിൽ ഒന്ന് പൊട്ടി എന്ന് വെച്ചോ, നമ്മൾ ഈ ഡാമുകളിലോട്ട് പോകുന്ന പെൻ സ്റ്റോക്ക് പൈപ്പുകളൊക്കെ പൊട്ടിയെന്നൊക്കെ കേൾക്കാറില്ല. എന്ന് പറഞ്ഞ പോലെ തലയിലെ വലിയൊരു രക്തക്കുഴൽ പൊട്ടിയാൽ വളരെ ഹൈ പ്രഷറിൽ വലിയൊരളവ് രക്തം തലച്ചോറിൻ്റെ അകത്തോട്ടങ്ങ് അടിച്ചു കയറും. തലച്ചോറെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഈ ആടിൻ്റെയൊക്കെ തലച്ചോറ് ഒരു സൂപ്പ് വെച്ച് കടിക്കുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഭയങ്കര സോഫ്റ്റാണ്. അതിൻ്റെ അകത്തോട്ട് ശക്തമായ പ്രഷറിൽ ബ്ലഡ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രഷർ കുക്കറിൻ്റെ അകത്ത് സാധനമായിട്ട് വേവിക്കുന്ന അവസ്ഥയിലോട്ട് ഈ തലച്ചോറ് പോകും. തലച്ചോറ് കംപ്ലീറ്റ് ചതഞ്ഞ് ഈ ബ്ലഡിൻ്റെ പ്രഷറിൽ ക്രഷ് ആകും. കാരണം ബ്രെയിൻ അതിൻ്റെ പുറത്തുള്ള സ്കള്ള് ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലമില്ല. അകത്തോട്ട് ഭയങ്കര ഹൈ പ്രഷറിൽ വെള്ളം അടിച്ച് കയറ്റിയാൽ ബ്രെയിൻ മുഴുവൻ അങ്ങ് ഒരു സൂപ്പ് പരുവത്തിലാവും. അപ്പോൾ വലിയ ആർട്ടറിയുടെ ഹെമറേജ്, ലാർജ് ഹെമറേജ് വന്നാൽ ഇമ്മീഡിയറ്റ് സർജറി ചെയ്തില്ലെങ്കിൽ പേഷ്യൻ്റ് നമുക്ക് നഷ്ടപ്പെടാം. പിന്നെ ക്ലോട്ട് കേസുകൾ അപൂർവമായിട്ട് റെയറായിട്ട് ബ്രെയിൻ സ്റ്റം എന്നൊക്കെ പറയുന്ന തലച്ചോറിൻ്റെ വളരെ കാതലായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏരിയസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റെസ്പിറേറ്ററി സെൻറ്റർ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ സെൻറ്റർ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഭാഗത്തോട്ടും രക്തയോട്ടം പറഞ്ഞാലും പെട്ടെന്ന് അരിത്തിമിയാസ് വരും. അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം തന്നെ നിന്ന് പോകുക വന്നിട്ട് മരണം സംഭവിക്കുക. അപ്പോൾ പെട്ടെന്ന് മരണം. അതുപോലെ തന്നെ വളരെ അപകടം പിടിച്ച ഒരു ഹെമറേജാണ് സബ് അരക്കനോൺ ഹെമറേജ്. അപ്പം അതും ഒരു സഡൻ ഡെത്തിന് കാര്യം വെച്ചാൽ തലച്ചോറിൻ്റെ പുറം പാളുകളിൽ കൂടിയുള്ള ബ്ലീഡിങ്ങാണ്. അതും യങ്ങായിട്ടുള്ളവർക്ക് പെട്ടെന്ന് സംഭവിക്കാം. അതൊക്കെ ചിലപ്പോൾ ഒരു ജന്മനാലിൽ തന്നെ രക്തക്കുഴലിൽ വീക്കമുള്ള ആളുകളുണ്ട്. ന്യൂറിസം എന്നൊക്കെ പറയും. അതായത് രക്തക്കുഴൽ യൂഷ്വലി നല്ലൊരു പൈപ്പ് പോലെ പോകണം, പക്ഷേ അതിലിങ്ങനെ ഒരു ബലൂൺ പോലെ, പൈപ്പ് പോലെ പോകുന്നതിൽ ഒരു ബലൂൺ, ആ ബലൂൺ പോലെ വീർത്തിരിക്കുന്ന ജന്മനാലുള്ള എഫക്റ്റും ഉണ്ടാകും. നമുക്കാർക്കും അറിയില്ല. പെട്ടെന്നത് പടയെ പൊട്ടും, ന്യൂറിസം റപ്ചർ ആവും, പെട്ടെന്ന് മരണം പെട്ടെന്ന് ഇരിക്കാം കൃത്യ ചികിത്സ കിട്ടിയില്ലെങ്കിൽ. അപ്പം സ്ട്രോക്ക് മൂലം മരണം സംഭവിക്കാൻ സാധ്യത എപ്പോഴും ഹെമറേജിലാണ് കൂടുതൽ. ഇസ്കീമിക് സ്ട്രോക്കുകളിൽ പെട്ടെന്ന് മരണം സംഭവിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. അപ്പോൾ ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിന് ഹോസ്പിറ്റലിൽ കൊണ്ടുകഴിഞ്ഞാൽ എത്ര നാൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും? അതെ, അതും വ്യത്യസ്തമായ സ്ട്രോക്കുകൾക്ക് വ്യത്യസ്തമായ അഡ്മിഷനാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് സ്ട്രോക്സിന് നമുക്ക് തരംതിരിക്കുമ്പോൾ ലാർജ് വെസൽ സ്ട്രോക്ക്, സ്മോൾ വെസൽ സ്ട്രോക്ക് എന്നാണ് തരംതിരിക്കാൻ ഒരു രീതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഒരു മരത്തിൻ്റെ അഗ്രത്തിലെ ശിഖരത്തിൽ ബ്ലോക്ക് വന്നാൽ കുറച്ച് ഭാഗങ്ങളെ പോകുള്ളൂ. മേജർ വെസലാണ് പോകുന്നതെങ്കിൽ ഒരു തലച്ചോറിൻ്റെ ഒരു സൈഡ് മുഴുവൻ പോകും. അപ്പം ചെറിയ സ്മോൾ വെസൽ സ്ട്രോക്കുകളാണെങ്കിൽ രോഗിക്കുള്ള ലക്ഷണങ്ങൾ കുറവായിരിക്കും. അതൊരു 48 മണിക്കൂറിൽ കൂടുതൽ അത് പ്രോഗ്രസ് ചെയ്യാനും ചാൻസ് ഇല്ല. ഇപ്പോൾ ഒരു 48 ഹവേഴ്സോളം അതൊന്നും നമ്മൾ മോണിറ്റർ ചെയ്യണം. 48 ഹവേഴ്സ് കഴിയുമ്പോൾ അത് സ്റ്റേബിൾ ആകും, പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ യൂഷ്വലി സ്മോൾ വെസൽ സ്ട്രോക്സിന് നമുക്കൊരു 3 ദിവസം 4 ദിവസത്തോളം മാത്രം ഈ ക്ലോട്ട് അലിയാനുള്ള മരുന്നിൻ്റെ ലോഡിംഗ് ഡോസ് എന്ന് പറഞ്ഞ ഒരു ഹയർ ഡോസ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഡോസും, ഇനി നീരൊക്കെ ഉണ്ടെങ്കിൽ തലച്ചോറിൽ ഈ സ്ട്രോക്ക് കാരണം എഡിയമൊക്കെ വരാം, അതിനുള്ള മരുന്ന് മാനിറ്റോൾ പോലത്തെ മരുന്നുകളൊക്കെ കൊടുത്തിട്ട് ഒരു 3 to 5 ഡേയ്സിനുള്ളിൽ മിക്കവാറും സ്മോൾ സ്ട്രോക്സ് എല്ലാം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വലിയ സ്ട്രോക്കുകളാണ്, ലാർജ് വെസൽ സ്ട്രോക്ക് ആണെങ്കിൽ, വലിയ രക്തക്കുഴലാണ് ബ്ലോക്ക് ആയിരിക്കുന്നതെങ്കിൽ തലച്ചോറിൻ്റെ 1/2 ഭാഗം വരെയൊക്കെ ഡെഡ് ആവും. എന്നുവെച്ചാൽ ഇൻഫാക്ട് ഡെഡ് ആവും, പ്യുവർ ഡെഡ്. അപ്പോൾ ഈ വലിയൊരു പോർഷൻ ഡെഡ് ആയാലുള്ളൊരു കുഴപ്പം എന്ന് പറയുന്നത് ബേസിക്കലി എന്ത് സാധനവും ചത്ത് ചീഞ്ഞ് കഴിഞ്ഞാൽ അത് വീർക്കും. നമ്മളൊരു എലി ചത്ത് കഴിഞ്ഞാൽ കാണാമല്ലോ, കുറച്ച് കഴിയുമ്പോൾ അത് 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ശരീരം ചീർത്ത് വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ബ്രെയിനിൻ്റെ ഒരു വലിയൊരു ഭാഗം ഡെഡ് ആവുകയാണെങ്കിൽ 3-ാമത്തെ ദിവസമൊക്കെ 4-ാമത്തെ ദിവസമൊക്കെ ആ ഡെഡായ ഭാഗം വീർക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? തലയ്ക്കകത്ത് പ്രഷർ കൂടും. നമ്മുടെ തലയോട്ടിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല.
അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് വൺ സൈഡ് ഓഫ് ദ ബ്രെയിൻ നോർമലാണ്, മറ്റേ സൈഡ് ചത്തിട്ട് ഇങ്ങനെ ചീഞ്ഞ് വീർക്കുക. അപ്പോൾ ഈ വീർത്ത ഭാഗം നീര് വെച്ച് നോർമലായിട്ടുള്ള ബ്രെയിനിനെ ക്രഷ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പം ലാർജ് വെസൽ സ്ട്രോക്കുകളൊക്കെ, വലിയ രക്തക്കുഴൽ ബ്ലോക്കാകുന്ന സ്ട്രോക്കൊക്കെ, മറ്റേ സ്ട്രോക്കുകൾ 3-4 ദിവസം ഇമ്പ്രൂവ് ആകുമ്പോൾ ഇത് 4ാമത്തെ ദിവസമായിരിക്കും ചിലപ്പം ഇതിൻ്റെ കണ്ടീഷൻ മോശമായി തുടങ്ങുന്നത്. അപ്പം ചില കേസുകളിൽ നമുക്കപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രഷർ കുക്കറിൻ്റെയൊക്കെ സേഫ്റ്റി വാൽവ് തുറന്ന് വിടുക. സേഫ്റ്റി വാൽവുള്ള കാര്യം അറിയാമോ? നമ്മളിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിസിലടിക്കുമ്പം അതിൻ്റെ അകത്ത് പ്രഷർ പോകുമല്ലോ എന്ന് പറഞ്ഞ പോലെ തലയ്ക്കകത്ത് സംഭവിക്കുന്നത് നോർമൽ ബ്രെയിനിനെ ഈ ഡെഡ് ബ്രെയിൻ ക്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ ബ്രെയിൻ ഫുൾ ഡാമേജ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു തലച്ചോറിൻ്റെ ഒരു ഭാഗം, തലയോട്ടിയുടെ ഒരു ഭാഗം കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി നോർമൽ ബ്രെയിനെ ക്രഷ് ചെയ്യേണ്ടതിന് പകരം ഡെഡ് ബ്രെയിനിനെ പുറത്തോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സമയം കിട്ടും. അപ്പോൾ ആളുടെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആകും. അപ്പം ലാർജ് വെസൽ സ്ട്രോക്കുകൾക്ക് പലപ്പോഴും ഒരു നീണ്ട ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ടി വരാറുണ്ട്. അത് വലിയ മാലിഗ്നൻ്റ് MCA സ്ട്രോക്ക് എന്നൊക്കെ പറയും. വലിയ രീതിയിലുള്ള സ്ട്രോക്കൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മുടെ നോർമൽ ബ്രെയിൻ ഡാമേജായി മരണം സംഭവിക്കാതിരിക്കാൻ ഈ ഡെഡായ ബ്രെയിനിനെ കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പ്രഷർ കുക്കറിൻ്റെ വാൽവ് തുറന്ന് വെക്കുന്ന പോലെ തലയോട്ടിയുടെ ഒരു പാളി ഭാഗം തുറന്ന് വെക്കേണ്ട സർജറിയൊക്കെ വേണ്ടി വരും. ആ കേസുകളിലൊക്കെ ചിലപ്പോൾ നമുക്ക് പേഷ്യൻ്റ് ചിലപ്പോൾ വെന്റിലേറ്ററിലായിരിക്കാം, ചിലപ്പം ആഴ്ചകളോളം, 2 ആഴ്ച 3 ആഴ്ച 1 മാസമൊക്കെ ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ടി വരാം അത്തരം കാര്യങ്ങളിൽ. അതുപോലെ ലാർജ് ഹെമറേജ് ഉള്ള കേസുകളിലൊക്കെ നമുക്ക് സർജറി വേണ്ടി വരും. അപ്പോൾ ഒരു സർജറി എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രെയിൻ്റെ സർജറി ഇസ് വെരി മേജർ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു റിക്കവറിക്കും റിഹാബിനൊക്കെ ചിലപ്പോൾ ആഴ്ചകൾ വേണ്ടി വരും. അപ്പം ചെറിയ സ്ട്രോക്സ് ഒക്കെ നമുക്ക് 3 to 5 days കൊണ്ട് തന്നെ വീട്ടിൽ പോകാമെങ്കിൽ ലാർജ് സ്ട്രോക്സ് ആണെങ്കിൽ പലപ്പോഴും ഒരു 3 weeks 4 weeks ഒക്കെ വേണ്ടി വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ബ്രെയിന് ഹാഫ് സൈഡ് ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ആവാൻ ചാൻസ് ഉണ്ടോ അതോ അങ്ങനെ തന്നെ? ബ്രെയിനിൻ്റെ റിക്കവറിയെ പറ്റി പറയുമ്പോൾ ഈ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ നെർവസ് ടിഷ്യൂസിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മുടെ ടിഷ്യൂസിന് അറിയാമല്ലോ, ഇപ്പോൾ സ്കിൻ എപ്പോഴും റീജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അല്ല, ലിവറിൻ്റെ സെൽസിന് ഭയങ്കര റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുക. അത് ഓരോ ദിവസവും അതിങ്ങനെ പുതിയ പുതിയ കോശങ്ങൾ, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, കുടലിനൊക്കെ ലൈനിങ്. പക്ഷേ ബ്രെയിനിൽ അപൂർവം ചില ഭാഗങ്ങളിൽ മാത്രമേ പുതിയ കോശങ്ങളുണ്ടാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ എത്ര ന്യൂറോൺസ് ഉണ്ടോ അത്ര ന്യൂറോൺസ് മരിക്കുന്നവരെ ഉണ്ടാവുള്ളൂ. ദർ ഇസ് നോ റീജനറേഷൻ ഇൻ ബ്രെയിൻ. ഓക്കെ, ഉണ്ട് ചില അപൂർവ ഭാഗങ്ങളിൽ. ഈ പൊങ്ങാപ്പസ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമില്ല. അതാണ് ബ്രെയിനിൻ്റെ ഒരു അപകടം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ 1/2 ഭാഗം ഡെഡായി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പീച്ച്, ലാംഗ്വേജ്, മെമ്മറി, അല്ല തലച്ചോറിൻ്റെ ഡിക്ഷണറിയൊക്കെ ഇരിക്കുന്ന ഭാഗങ്ങളാണ് ഡെഡായി പോയതെങ്കിൽ, സത്യം പറഞ്ഞാൽ അതൊരു മേജർ ഏരിയ ഡെഡായെങ്കിൽ ഒരിക്കലും അതിന് മീനിങ് ഫുൾ റിക്കവറിക്ക് ചാൻസ് ഇല്ല. പിന്നെ കുട്ടികൾക്കും സ്ട്രോക്ക് വരാറുണ്ട്. അപ്പം അതിലൊക്കെ കാരണങ്ങൾ വേറെയാണ്. അപ്പം കുട്ടികളുടെ ബ്രെയിനിന്, യങ് ആയിട്ടുള്ളവരുടെ ബ്രെയിനിന് ചില പ്രത്യേകതകളുണ്ട്. അത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അപ്പം സ്പീച്ച് ഏരിയ പോയെങ്കിലും സ്പീച്ച് ഏരിയയുടെ അടുത്തുള്ള ഏരിയയ്ക്ക് സ്പീച്ച് ഏരിയയുടെ ഫംഗ്ഷൻ ഏറ്റെടുക്കാൻ പറ്റും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉള്ള ബ്രെയിനിന്. ഒരു വളരെ പ്രായം ചെന്ന 60-65 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞ ഒരാൾക്കാരുടെ ബ്രെയിനിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ന്യൂറോൺസ് ഉണ്ടാകുന്ന സംഭവം നമ്മുടെ തലച്ചോറിൽ പ്രാക്ടിക്കലി ഇല്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്പീച്ച് ഏരിയയിൽ സ്ട്രോക്ക് വന്നാൽ ചെറിയ പ്രായത്തിലാണെങ്കിൽ സ്പീച്ച് ഏരിയ അല്ലാത്ത ഒരു ഏരിയയ്ക്ക് സ്പീച്ചിൻ്റെ ഫംഗ്ഷൻ ഏറ്റെടുക്കാനുള്ള കഴിവുണ്ട്. പുതിയ സെൽസ് വരുന്നതല്ല, അവൻ്റെ പണി ഇവൻ ഏറ്റെടുക്കുന്നു. അത് പ്രായം ചെന്ന ഒരാളുടെ ബ്രെയിനിന് പറ്റില്ല. അപ്പം ലാർജ് സ്ട്രോക്കാണ്, അതിൽ ക്രിട്ടിക്കൽ ഏരിയ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്, മെമ്മറി ഏരിയയൊക്കെയാണ് പോകുന്നതെങ്കിൽ വലിയ ഡെഫിസിറ്റ് ആയിരിക്കും. അതിൽ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള വലിയ റിക്കവറിക്ക് ചാൻസ് ഇല്ല. അതിന് നമുക്കിപ്പം ചില ഉദാഹരണങ്ങൾ നമുക്ക് അറിയാം, നമ്മുടെ ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പം നമുക്ക് മൈക്കിൾ ഷൂമാക്കറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പഴയ F1-ൻ്റെ വലിയ റേസറായിരുന്നു അദ്ദേഹം. F1-ൽ നിന്നൊക്കെ റിട്ടയർ ആയതിനു ശേഷം പുള്ളി സ്കീയിങ്ങിനും ഐസ് സ്കേറ്റിങ്ങിനും അങ്ങനെ എന്തോ പോയതാണ്. ഹൈ വെലോസിറ്റി ഐസിൽ കൂടി തന്നെ കളിക്കുന്ന പരിപാടിയാണ്. അതിന് പോയിട്ട് ആക്സിഡൻ്റായി, ഹെഡ് ഹെമറേജ് ആയിട്ട് സിവിയർ ബ്രെയിൻ ഡാമേജ് ആയി. ബ്രെയിൻ ഡെഡ് അല്ല എന്നാണ് പറയുന്നത്. പുള്ളിയുടെ ഫാമിലി ഇപ്പം വളരെ ഡീറ്റെയിൽസ് അധികം പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും. എന്നാലും മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ വരുമല്ലോ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അവസ്ഥ ഈസ് നോട്ട് ഇൻ കോമ, പക്ഷേ ഇപ്പോഴും ഓർമ്മ നശിച്ചാവസ്ഥ, സംസാരശേഷി ഇല്ലാത്ത അവസ്ഥ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ട്യൂബിട്ട് കൊടുക്കുന്ന അവസ്ഥ, അതിനുശേഷം ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. അപ്പം മനസ്സിലായില്ലേ, നമുക്ക് അത്ര പണവും ഒക്കെ ചിലവാക്കാനുള്ള കഴിവുള്ള ആളാണെങ്കിലും ബ്രെയിൻ ഡാമേജ് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി, ഈ സ്റ്റിൽ മ്യൂട്ട് എന്ന് പറഞ്ഞ നമ്മുടെ സിനിമാ നടൻ ജഗതി
ജഗതി എത്രയോ വർഷമായി ഇപ്പോൾ നല്ല കാണുമ്പോൾ നല്ല സ്റ്റേബിളായിട്ടിരിക്കുന്നു, വീൽ ചെയറിലാണ്. പക്ഷേ ഒരക്ഷരം ഇപ്പോഴും മിണ്ടുന്നില്ല. അവർക്കൊക്കെ ലോകത്തെ ഏറ്റവും മികച്ച ചികിത്സ എവിടെ പോയി എടുക്കാമല്ലോ. അദ്ദേഹത്തിന് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രെയിനിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഏരിയ അതിൽ ക്ലോട്ട് വന്നതാണ്. ഒരു ആക്സിഡൻ്റാണ് ആദ്യം ഉണ്ടായത്. പിന്നെ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് പുള്ളിക്ക് സ്ട്രോക്ക് വന്നത്. സ്ട്രോക്ക് വന്നിട്ട് പിന്നെ മിണ്ടിയിട്ടില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ തമാശ ചിരിപ്പിച്ചിരുന്ന ഒരാളാണ്. എത്രയോ വർഷമായിട്ട് നോട്ട് ഈവൻ എ സിംഗിൾ വേർഡ്. സോ ദാറ്റ് ഇസ് ദ സിവിയറിറ്റി ഓഫ് ബ്രെയിൻ ഇഞ്ചുറി, ബ്രെയിൻ ഡാമേജ്. അതിനെ അങ്ങനെ തന്നെ കാണണം. ഓക്കെ. ഈ മെഡിസിൻസ് കഴിക്കുന്നതല്ലാണ്ട് ലൈക്ക് എക്സസൈസസോ ഫിസിയോതെറാപ്പി അങ്ങനെ എന്തെങ്കിലും എൻ്റെ കൂടെ ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇതെല്ലാം നമ്മളെ മൾട്ടി ഫാക്ടോറിയൽ അപ്രോച്ചാണ്. പക്ഷേ ഒന്നിനെ മറ്റോട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ എക്സസൈസ് വേണം. 30 minutes എ ഡേ 5 days എ വീക്ക്. അത് നോർമൽ കാർഡിയോവാസ്കുലർ ഹെൽത്തിന് നല്ലതാണ്. അത് യങ് ആയിട്ടുള്ള ആൾക്കാർക്കും ചെയ്യാം, അസുഖത്തിൽ നിന്ന് റിക്കവറി ആയിട്ടുള്ളവർക്കും ചെയ്യാം. ആഴ്ചയിൽ 5 ദിവസം 30 മിനിറ്റ് കൈ വീശി നടക്കുക. അന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് കഴിക്കാൻ അതുകൊണ്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല. അതുപോലെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം. ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ ഒരു നേരമേ ചോറ്, അത് തന്നെ 4-1 പ്ലേറ്റിൻ്റെ 4-1 കഴിക്കാവൂ. രാവിലെ രാത്രിയും അല്ല റാഗിയോ ചപ്പാത്തിയോ ഓട്സിൻ്റെ ആഹാരമാക്കണം. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവുള്ള ബ്രെഡ്, ബിസ്ക്കറ്റ്, ബണ്ണ്, ബേക്കറി ഐറ്റംസ്, ഫ്രൂട്ട്സ്, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ഇഡ്ഡലി, പത്തിരി ഇതെല്ലാം ഒഴിവാക്കുക. എന്നിട്ട് നല്ല സലാഡ്, കക്കിരി, പിന്നെ ക്യാരറ്റ്, സവാള, തക്കാളി, സലാഡിൻ്റെ കൺസംഷൻ കൂട്ടാം. അതുപോലെ മുട്ടയുടെ വെള്ള 2-3 കഴിക്കാം. അപ്പം അങ്ങനെ മെഡിസിൻസിന് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല മെഡിസിൻസിൻ്റെ റോള്. അതിൻ്റെ കൂടെ നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നടക്കാൻ പറ്റുന്നവർക്ക് നടക്കണം. വെയിറ്റ് ലോസ് ചെയ്യേണ്ടവർ വെയിറ്റ് ലോസ് ചെയ്യണം. ഉപ്പിൻ്റെ ഉപയോഗം ഒരു ദിവസം 5 ഗ്രാമിൽ താഴെ വെക്കണം. ഞാനീ പറഞ്ഞ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഈ രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്യണം. അത് എന്താ പറയുക, ഒരു പസിലിൻ്റെ പല ഭാഗങ്ങൾ ചേർത്ത് വെക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഒന്നിനെ കൊണ്ട് നമുക്ക് മറ്റത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പം ഓൾറെഡി വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം മെഡിസിൻസ് എടുക്കുന്നവർക്ക് ലൈക്ക് ഈ സ്ട്രോക്കിന്റെ മെഡിസിനും കൂടി മിക്സ് ചെയ്താൽ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഇല്ല? മിക്സ് കാരണം ഓൾറെഡി എന്തെങ്കിലും അസുഖം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ് അതുപോലത്തെ അസുഖങ്ങളായിരിക്കുമല്ലോ. അപ്പം പിന്നെ ക്യാൻസർ, അപ്പം അങ്ങനത്തെ അസുഖങ്ങൾ അതൊക്കെ ഈ സ്ട്രോക്കിൻ്റെ റിസ്ക് ഫാക്ടറാണ്. ഇതെല്ലാം ഞാൻ പറയും, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അല്ല. അപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർക്കാണ് സ്ട്രോക്ക് വരുന്നത്. പിന്നെ സ്ട്രോക്ക് വരുമ്പോൾ സ്ട്രോക്കിൻ്റെ മരുന്ന് കൂടി ചേർക്കുന്നു. പിന്നെ ഡ്രഗിൻ്റെ സേഫ്റ്റി, ഡ്രഗിൻ്റെ സൈഡ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻഡിവിജ്വലൈസ്. നമുക്കറിയാം ഇത്ര ശതമാനം ആൾക്കാർക്ക് ഇന്ന മരുന്നോട് ഇന്ന സൈഡ് എഫക്റ്റ് വരും. അപ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് എപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഗുണവും ദോഷവും കൂടി നോക്കിയിട്ടാണ് തീരുമാനിക്കുക. സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് മരുന്നിൻ്റെ എടുത്ത് നോക്കിയാൽ സൈഡ് എഫക്റ്റ്, അഡ്വേഴ്സ് എഫക്റ്റ് കാണിക്കും. പക്ഷേ ഈ അഡ്വേഴ്സ് എഫക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന്, അതെല്ലാവർക്കും വരില്ല. രണ്ടാമത്, അതിൽ ഉണ്ടാക്കുന്ന ഗുണത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ മൈനറായിരിക്കും. മൂന്നാമത്, സമയം കഴിയുന്നതനുസരിച്ച് അഡ്വേഴ്സ് എഫക്റ്റ് മാറും. 1-2 ആഴ്ച. തീരെ അത് കഴിക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ടാവും. അവരുടെ ജനറ്റിക്കലി ആസ്പിരിൻ റെസിസ്റ്റൻസ്, ആസ്പിരിൻ അലർജി ഉള്ളവരൊക്കെ ഉണ്ടാകും. അതിനുള്ളവർക്ക് മരുന്ന് മാറ്റി കൊടുക്കുക. അതർവൈസ് ലോങ് ടേം ഇത് കഴിക്കുന്നതാണ് നല്ലത്. ഇത് കഴിക്കാതിരുന്നാലാണ് നമ്മളിപ്പോൾ എല്ലാവരും പറയും ഷുഗറിൻ്റെ മരുന്ന് കഴിച്ച് കിഡ്നി പോയി. കിഡ്നി പോകുന്നു ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ടല്ല. ഷുഗർ ഒരിക്കലും നിയന്ത്രിക്കാതെ 400-500 നിർത്തി കിഡ്നിയെ ബാധിക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന രോഗം വന്നിട്ടാണ് കിഡ്നി പോകുന്നത്. പക്ഷേ ചിലപ്പോൾ ഇതേ ആൾ ഈ ഷുഗറിൻ്റെ മരുന്നും കഴിക്കുന്നുണ്ടാവും. പിന്നെ ഒരു വലിയ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അയാൾക്ക് നെഫ്രോപ്പതി വരികയും ചെയ്യും. അപ്പോൾ അയാൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ശരിക്കും അയാൾക്ക് നെഫ്രോപ്പതി ശരിക്കും ഡിലേ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും കാലം മരുന്ന് കഴിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെയും ചിലവരുടെ ലോജിക്കിൽ ചിന്തിക്കാം, ശരി ഞാൻ 20-25 വർഷം ഞാൻ ഷുഗറിന് മരുന്ന് കഴിച്ചപ്പോൾ എൻ്റെ കിഡ്നിക്ക് പോയി. അപ്പം അയാൾ ശരിക്കും 25 വർഷം ഈ മരുന്ന് കഴിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് 10 വർഷത്തിൽ തന്നെ നെഫ്രോപ്പതി വന്ന് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നേനെ. മരുന്ന് അയാൾക്ക് 15 വർഷം കൂടി നീട്ടി കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ നേരെ തിരിച്ച് ചിന്തിക്കുകയും ചെയ്യും ആൾക്കാർ, ഞാൻ 25 വർഷം ഒന്നും കഴിച്ചുകൊണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒരു മോഡേൺ മെഡിസിനിൽ കൃത്യമായിട്ട് അറിവുള്ളൊരു ഡോക്ടർക്ക് കൃത്യമായിട്ട് നോക്കി കൈകാര്യം ചെയ്യാവുന്നത്. നമ്മുടേതായ ലോജിക്സ് നമ്മൾക്ക് ഇങ്ങനെ പല മൈൻഡ് ഇങ്ങനെ പലതും ന്യായീകരിക്കാൻ വേണ്ടി, ഇപ്പോൾ എനിക്ക് ഷുഗർ വന്നെന്ന് വെച്ചു, ഇപ്പോൾ ഒരാൾക്ക് ഷുഗർ വന്നു, അപ്പം പലർക്കും എനിക്ക് ഷുഗർ വന്നു എന്ന് അംഗീകരിക്കാൻ മടിയാണ്. അപ്പം അവർ അതിനൊരു റീസൺ നമ്മുടെ മൈൻഡ് തന്നെ കൊണ്ടുവരും. അത് മൈൻഡിൻ്റെ ഒരു ഗെയിമാണ്. നമുക്ക് ഞാൻ കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷമാണ് എനിക്ക്, അതുവരെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു റീസണായിട്ട് അവർ കണക്ട് ചെയ്യാൻ ശ്രമിക്കും. എന്തെങ്കിലും എനിക്കൊരു മോശം ഒരു കാര്യം സംഭവിച്ചാൽ അത് ഇന്നുകൊണ്ടാണ്, പ്രത്യേകിച്ച് എന്തെങ്കിലും മെഡിക്കൽ കാര്യത്തിൽ കൊണ്ടേ കണക്ട് ചെയ്താൽ അത്ര സമാധാനം. ഡോക്ടർ ആ മരുന്ന് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഷുഗർ വന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒത്തിരി കാണാറുണ്ട്. അതൊന്നും അല്ല, ഷുഗർ വയസ്സാകുമ്പോൾ വരും, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ പുരുഷന്മാരാണെങ്കിൽ വരും, അല്ലെങ്കിൽ ഇന്ന റേസ് ആയതുകൊണ്ട് വരും, പിന്നെ പൊണ്ണത്തടി വരുമ്പോൾ വരും. അല്ലാതെ ഷുഗർ വന്നിരിക്കും. അപ്പം അതിന് നമുക്ക്
നമ്മുടെ ഹ്യൂമൻ മൈൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് എപ്പോഴും ഒരു റീസൺ വേണം. അപ്പം നമുക്ക് സമാധാനം, എനിക്ക് ഇത് വരാൻ കാരണം ഇതാണെന്ന് അറിയുമ്പോൾ ഒരു സമാധാനം. അപ്പം അതിനുവേണ്ടി അങ്ങനെ പലതും പറയും, പക്ഷേ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. താങ്ക് യു ഡോക്ടർ. ഓക്കെ. ഡോക്ടർ, ഇപ്പോൾ നമ്മളൊരു ഡോസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരത്തിൽ എഫക്റ്റ് ചെയ്യുമോ? അത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടും. നമ്മളിപ്പം ഒരു ഡോസ് നമ്മളെപ്പോഴും ഉച്ചയ്ക്ക് എടുക്കേണ്ട ഡോസ് ആണെങ്കിൽ നമ്മൾ ഓർക്കുമ്പോൾ അതെടുത്ത് കഴിക്കുന്നതാണ് നല്ലത്. പലരും ഇപ്പം ഒരു ചോദിക്കുന്ന ഡൗട്ടാണ്, ഞാനിപ്പം ഈ ഉച്ചയ്ക്ക് എടുക്കേണ്ട ഡോസ് മറന്നാൽ എന്ത് ചെയ്യണം, നാളെ തുടങ്ങിയാൽ മതി. പക്ഷെ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എപ്പോൾ ഓർക്കുന്നു അപ്പോൾ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം രാവിലത്തെ ആ ഉച്ചയ്ക്കത്തെ കഴിക്കേണ്ട ഡോസ് വൈകിട്ട് ഓർക്കുന്നത് വൈകിട്ട് കഴിക്കുക, എന്നിട്ട് അടുത്ത ദിവസം ഡോസ് നോർമൽ ടൈമിൽ തന്നെ കഴിക്കുകയും വേണം. പിന്നെ ഒരു ഡോസ് കൊണ്ട് ചിലപ്പോൾ വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം പലപ്പോഴും നമുക്ക് ഈ സ്ട്രോക്കിൻ്റെ അസുഖമുള്ള ആൾക്കാർക്ക് പല്ലെടുക്കേണ്ടി വരാറുണ്ട്. നമ്മൾ ഈ കഴിക്കുന്ന മരുന്നെന്ന് പറഞ്ഞാൽ ബ്ലഡ് അലിയാനുള്ള എന്ന് വെച്ചാൽ ബ്ലഡ് ഫ്ലോ കുറേ കൂടി കൂട്ടാനുള്ളതാണ്. സാധാരണ ആളുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന പോലെ ഈ മരുന്ന് കഴിക്കുന്നവർ ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല, വലിയ മുറിവുണ്ടായ പെട്ടെന്ന് ചോര നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ വേണം, അല്ലെങ്കിൽ പല്ലെടുക്കണം. അപ്പോൾ നമ്മൾ ഈ മെഡിസിൻസിൻ്റെ ഒക്കെ എഫക്റ്റ് 5 to 7 days ഒക്കെ ശരീരത്തിൽ നിൽക്കുന്ന നേരം മെഡിസിൻസ് ആണ് ആസ്പിരിലും കോപ്ഡോഗുള്ളത്. നമ്മളപ്പം ഒരു ചെറിയ റിസ്ക് പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി 5 ദിവസം മരുന്ന് നിർത്തി 6-ാം ദിവസം പല്ലെടുത്ത് ആ ചോര നിന്നതിന് ശേഷം ഈ മരുന്ന് റീസ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോഴും ഒരു ഭൂരിഭാഗം പേർക്കും സ്ട്രോക്ക് ഒന്നും വരാറില്ല. അപ്പോൾ ഒരു ഡോസ് സ്കിപ്പ് ചെയ്തുകൊണ്ട് വല്ലാതെ പേടിച്ചു പോകണ്ട. എപ്പോഴാണ് ഓർക്കുന്നത് വെച്ചാൽ അപ്പം തന്നെ റീസ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ സർജറിക്ക് വേണ്ടിയോ പല്ലെടുക്കാനുള്ള ആവശ്യത്തിന് ഈ സ്ട്രോക്കിൻ്റെ മരുന്നുകൾ 5 ദിവസം വരെ നിർത്തിയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന ഭൂരിഭാഗം കേസുകൾക്ക് അപകടം വരാറില്ല. എന്ന് വെച്ചുകൊണ്ട് മരുന്ന് നിർത്താനല്ല ഞാൻ പറയുന്നത്. അത്രയും വല്ലാതെ ഭയപ്പെടേണ്ട കാര്യമില്ല, ഓർക്കുമ്പോൾ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഡോക്ടർക്ക് എന്ത് അഡ്വൈസ് ആണ് ഇപ്പോൾ നമ്മൾ വ്യൂവേഴ്സിനോട് ഇപ്പോൾ പറയാനുള്ളത്? വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നമുക്കിപ്പോൾ ഈ കാർഡിയോവാസ്കുലർ ഹെൽത്തിനെ പറ്റി നമ്മൾ വളരെ എന്താ പറയുക ബോധവാന്മാരാണ് സമൂഹം, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ പറ്റി. കാരണം ആ ഒരു അവബോധം തലച്ചോറിൻ്റെ സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ പലർക്കും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അതിനുള്ള കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. ഹൃദയ സംബന്ധമായ ഒരു രോഗം വന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരാൾ മരണപ്പെടുമല്ലോ പെട്ടെന്ന്. സ്ട്രോക്ക് വന്ന ഒരാൾ പെട്ടെന്ന് മരിക്കില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇപ്പോൾ ഉണ്ടായിരുന്ന ആൾ അടുത്ത നിമിഷം ഇല്ല. അതാണ് ഹൃദയ രോഗങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത. ആ നിമിഷമാണ് മരിച്ചു. അതുകൊണ്ട് ഇപ്പം പൊതുസമൂഹത്തിന് അറിയാം ഹാർട്ടിൻ്റെ ലക്ഷണങ്ങൾ വന്നാൽ എന്താണത്. നെഞ്ചുവേദന കയ്യിലോട്ട് വരുന്നു, അതിന് പെട്ടെന്ന് പോയി ആൻജിയോഗ്രാം എടുക്കണമെന്നും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി എന്താണെന്ന് സമൂഹത്തിന് നന്നായിട്ട് അറിയാം. സമയത്തിൻ്റെ പ്രത്യേകത അറിയാം. അപ്പം ഹാർട്ട് റിലേറ്റഡ് ഒരു പ്രശ്നത്തിന് ആരും ഡിലേ വരത്തില്ല. കാരണം ആൾ പെട്ടെന്ന് ഇല്ലാതായി പോവുക. പിടി കിട്ടിയോ? ആ ഒരു അവബോധം പക്ഷേ സമൂഹത്തിൽ സ്ട്രോക്കിൻ്റെ ചികിത്സകളെ പറ്റി ആൾക്കാർക്കില്ല. മീൻസ് ജനറൽ പോപ്പുലേഷൻ അറിവില്ല. കാരണം ചിലപ്പോൾ ഇതായിരിക്കാം, സ്ട്രോക്ക് വന്നാൽ ആൾ പെട്ടെന്ന് മരിക്കില്ല, ചിലപ്പോൾ ഇങ്ങനെ കിടക്കും കുറേ നാൾ. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരാളെ നഷ്ടപ്പെടുന്ന ഒരു ഷോക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം പലരും മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യത്തിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജനറൽ പോപ്പുലേഷൻ അറിവ് കുറവാണ്. അപ്പോൾ പലരോടും ഈ ഹാർട്ടിൻ്റെ ഗോൾഡൻ അവറും ആൻജിയോപ്ലാസ്റ്റിക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാൽ ഈ ഫാസ്റ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞ ബി ഫാസ്റ്റ്, അതുപോലെ തന്നെ ത്രോംബോലൈസിസ് 4 മണിക്കൂറിലുള്ള പ്രത്യേകത, ത്രോംബെക്ടമി, അതിനെപ്പറ്റിയുള്ളൊരു ജനറൽ പോപ്പുലേഷൻ അവയർനെസ് കുറവാണ്. കാരണം ഇതാണ്, സ്ട്രോക്ക് വന്ന് പെട്ടെന്ന് ആളെ നമുക്ക് നഷ്ടപ്പെടില്ല, ആളെ അവിടെ കിടക്കും, പിന്നെ കുറേ ആളെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഇമ്മീഡിയറ്റ് ഷോക്ക് ഇല്ല അതിൽ. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ താളം തെറ്റിക്കും. വേണ്ടപ്പെട്ട ഒരാൾക്ക് സ്ട്രോക്ക് വന്നാൽ ഒന്നും പെട്ടെന്ന് മരണപ്പെടണമെന്നില്ല. ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ കിടക്കും. അപ്പോൾ കിടക്കുമ്പോൾ ഈ കിടക്കുന്ന ആൾ കിടക്കുന്നതിൻ്റെ വിഷമം, അതിൻ്റെ ഇമോഷണൽ ട്രോമ, പിന്നെ ഈ കിടക്കുന്ന ആളെ 1 വർഷം 2 വർഷം നല്ല രീതിയിൽ കെയർ ചെയ്യണമെമ്പോൾ ഉണ്ടാകുന്ന ബാധ്യത. ഒന്ന്, ഇയാൾ ചിലപ്പോൾ കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും, പക്ഷേ അയാളുടെ വരുമാനം ഇല്ലാതാകുകയും ചെയ്യും. പിന്നെ 2 വർഷത്തോളം ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ കെയർ ചെയ്യണമെങ്കിൽ മെഡിസിൻസും പ്രത്യേക ബെഡുകളും പ്രത്യേക ടൈപ്പ് അറിയില്ല, എയർ ബെഡും കറക്കി വെച്ച് പൊക്കുന്ന ടൈപ്പ് ബെഡ്സും വേണ്ടി വരും. ചിലപ്പോൾ ഒരു ഹോം നഴ്സിനെ നിർത്തേണ്ടി വരും. മെഡിസിൻസ് കോസ്റ്റ്ലി ആയിരിക്കാം. ഫിസിയോതെറാപ്പിക്ക് തന്നെ മന്ത്ലി വലിയൊരു ചിലവുണ്ടാകാം. ഇത്രയൊക്കെ ചെയ്താലും ആൾ ചിലപ്പം നമ്മളെ നേരത്തെ പറഞ്ഞ ആൾക്കാരെ പോലെ ലൈഫ് ലോങ് മ്യൂട്ടായിട്ടായിരിക്കും ഇരിക്കുക. അപ്പം പക്ഷേ അതൊരു സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ആൾക്കാർക്ക് എന്തോ ഒരു അത് നമുക്ക് ആ 4 മണിക്കൂറിനുള്ളിൽ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ത്രോംബെക്ടമി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് അതിനെപ്പറ്റി അറിയാമായിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാം. വർഷങ്ങളോളം കിടക്കേണ്ട ഒരാൾ ചിലപ്പം വീണ്ടും ഏണിംഗ് മെമ്പർ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ അതുപോലെ തന്നെ ഈ ഫാസ്റ്റ്, ബി ഫാസ്റ്റ്, ത്രോംബോലൈസിസ്, മെക്കാനിക്കൽ ത്രോംബെക്ടമി, ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ
പൊതുസമൂഹത്തിലെ ആൾക്കാരിലോട്ട് എത്തിക്കണം. അതിന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കും പറ്റുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ.